രണ്ടാമത്തത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കുമ്പോൾ ഇൻകം ടാക്സ് സൈഡിൽ നിന്ന് വരുന്ന കോമൺ ഇഷ്യൂസ്. പിന്നെ ഇപ്പോൾ പുതിയ ബജറ്റ് പ്രകാരം ഇൻഡിവിജ്വൽസിന്റെ റെസിഡൻസിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ചേഞ്ചസ് ഇൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഈ 3 സബ്ജക്ട്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം ഫേസ്ലെസ് അസസ്മെന്റിലേക്ക് പോവാം. ഇത് 2019 ഇ അസസ്മെന്റ് സ്കീം എന്നുള്ളൊരു സ്കീം സെൻട്രൽ ഗവൺമെന്റ് CBDT കൊണ്ടുവന്നു. അത് പ്രകാരം ആളെ ഇപ്പൊ ROCയിൽ മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു. ROCയിൽ കമ്പനി ഇൻകോർപ്പറേഷന് പോകുമ്പോൾ ഇപ്പൊ ROCയിൽ പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഓൺലൈനാണ്. സാധാരണ പോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ടിക്കറ്റ് റേസ് ചെയ്യുക, കസ്റ്റമർ കെയർ വിളിക്കുക, അങ്ങനെയായിരുന്നു. അപ്പൊ അസസ്മെന്റും ആ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അവർ പറഞ്ഞിട്ടുള്ളത് തന്നെ, ഈ സ്കീമിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എലിമിനേറ്റ് ദി ഹ്യൂമൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ടാക്സ് പെയർ ആൻഡ് ദി IT ഡിപ്പാർട്ട്മെന്റ് by laying down the procedure to carry out a faceless assessment through electronic mode. യാതൊരു കാരണവശാലും ടാക്സ് പെയറിനെ ഏത് അസസിംഗ് ഓഫീസർ ആണ് നോക്കണേന്ന് അറിയില്ല. അസസിംഗ് ഓഫീസർക്ക് ഏത് ടാക്സ് പെയർ ആണെന്ന് പെർട്ടിക്കുലർലി മനസ്സിലാവില്ല. അതിന്റെ ഇടയിൽ ഒരു ഇന്റർഫേസ് കൊണ്ടുവന്നിട്ട്, ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഇന്റർഫേസ് കൊണ്ടുവന്നിട്ട് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് ഈ സ്കീമിന്റെ ഇക്കോസിസ്റ്റം, അതിന്റെ ചെയ്യുന്ന ആൾക്കാർ 2 രീതിയിലാണ്. 2 ടൈപ്പ് ഓഫ് സെന്റേഴ്സ് ഉണ്ട്, 4 ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അതില് സെന്റേഴ്സ് പറഞ്ഞാൽ ഒരു നാഷണൽ ഇ അസസ്മെന്റ് സെന്റർ ഡൽഹിയിലാണ്. അത് ഒക്ടോബർ 2019 ഇനോഗ്രേറ്റ് ചെയ്തു. പിന്നെ ബാക്കി 8 റീജിയണൽ ഇ അസസ്മെന്റ് സെന്റേഴ്സ്, REAC. ഈ ഓരോ, അത് ഡൽഹി, ബോംബെ, കൽക്കട്ട, മദ്രാസ്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ്, അങ്ങനെ 8 സ്ഥലത്താണ് തുടങ്ങിയിരിക്കുന്നത്. ഈ REACയുടെ കീഴില് 4 യൂണിറ്റ്സ്, 4 ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് വരും. ഒന്ന് അസസ്മെന്റ് യൂണിറ്റ്, അവരാണ് ആക്ച്വലി അസസ്മെന്റ് ചെയ്യുക. പിന്നെ രണ്ടാമത് വേരിഫിക്കേഷൻ യൂണിറ്റ്. അപ്പൊ ഈ അസസ്മെന്റ് സമയത്ത് പല കാര്യങ്ങളും വെരിഫൈ ചെയ്യേണ്ടി വരും. ഡോക്യുമെന്റ്സ് വേണ്ടി വരും, സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടി വരും, ബുക്സ് നോക്കേണ്ടി വരും, ഇമ്പോർട്ടന്റ്ലി. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ചെയ്യണത് അസസ്മെന്റ് യൂണിറ്റ് അല്ല, വെരിഫിക്കേഷൻ യൂണിറ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് റിവ്യൂ യൂണിറ്റ്. റിവ്യൂ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBDTക്ക് ഓരോ കൊല്ലവും അവരുടേതായിട്ടുള്ള ടാക്സേഷനിൽ സ്ട്രാറ്റജിയും പോളിസിയും എല്ലാം ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അസസ്മെന്റ് യൂണിറ്റ് ഈ സ്ട്രാറ്റജിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടാണ് വരണേന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, അത് NEAC റിവ്യൂ യൂണിറ്റിന് റിവ്യൂ ചെയ്യാൻ കൊടുക്കും. അപ്പൊ അതാണ് റിവ്യൂ യൂണിറ്റിന്റെ പണി. ടെക്നിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻഫർമേഷൻ റിപ്പോർട്ട്, ബിഗ് ഡേറ്റ മൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ, പ്യൂർലി ടെക്നിക്കൽ, ഇൻകം ടാക്സിന്റെ അല്ലാണ്ട് ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും ഇൻകം ടാക്സിന്റെ സൈഡിൽ നിന്ന് നോക്കിയിട്ട് ചെയ്യാൻ യൂണിറ്റ് ആണ് ടെക്നിക്കൽ യൂണിറ്റ്. അപ്പൊ NEACക്ക് ഈ ടെക്നിക്കൽ യൂണിറ്റിന്റെ സഹായം ആവശ്യാനുസരണം തേടാം. അപ്പൊ ഈ 2 സെന്റേഴ്സും 4 യൂണിറ്റും വഴിയാണ് ഈ അസസ്മെന്റ് ചെയ്തു തീർക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാക്സ് പെയറും ഇൻകം ടാക്സ് അതോറിറ്റി അസസ്മെന്റ് ചെയ്യണ ആൾക്കാരും തമ്മിലുള്ള ഇന്റർഫേസ് ആണ് NEAC. നമ്മൾ ടാക്സ് പേയേഴ്സ് NEAC ആയിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ബാക്കിയുള്ള REAC മുതൽ ബാക്കിയുള്ള ഈ അസസ്മെന്റ് യൂണിറ്റുകളും NEAC ആയിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. പിന്നെ ഇതില് പേഴ്സണൽ ഹിയറിംഗ് എന്നുള്ള കൺസെപ്റ്റില് വലിയൊരു മാറ്റം, പേഴ്സണൽ ഹിയറിംഗ് ആവശ്യമില്ല എന്നാണ് ഗവൺമെന്റിന്റെ നിലപാട്, അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ പറയണത്. പക്ഷെ ഇനി എങ്ങാനും വല്ലവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് തന്നിട്ടുണ്ട്, പേഴ്സണൽ ഹിയറിംഗ് ചെയ്യാം. പക്ഷെ അത് വീഡിയോ കോൺഫറൻസിങ്ങോ വീഡിയോ ടെലിഫോണിയോ മുഖാന്തരേ പറ്റുള്ളൂ. അത് ഓരോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഓഫീസുകളും അതിനുള്ള സെറ്റപ്പ് ചെയ്യണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷെ there is an option for personal hearing through video conferencing. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ബ്രീഫ് ആയിട്ട് പറയാം, എങ്ങനെ ചെയ്യാൻ അവർ ഉദ്ദേശിക്കണേ എന്നുള്ളത്. ആദ്യം തന്നെ അവരുടെ ഓരോ ഇപ്പോ കമ്പ്യൂട്ടർ എയ്ഡഡ് സെലക്ഷൻ ആണ്, സ്ക്രൂട്ടിനി സെലക്ഷൻ ആണ്, CAS ആണ്. അപ്പൊ അതേപോലെ NEAC ഓരോ അവരുടെ ഇൻഫർമേഷനും ഡീറ്റെയിൽസും നോക്കിയിട്ട് നോട്ടീസ് അയക്കും. 143(2) നോട്ടീസ് ആദ്യം വരിക റെഗുലർ സ്ക്രൂട്ടിനിക്ക്. അപ്പോൾ നോട്ടീസ് ആദ്യം NEAC അയക്കും. അതിന് അസസിക്ക് 15 ദിവസത്തിനുള്ള റിപ്ലൈ കൊടുക്കാം. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ
NEAC ഏതെങ്കിലും ഒരു അസസ്മെന്റ് യൂണിറ്റിലേക്ക് ഈ അസസ്മെന്റ് കേസ്, സ്ക്രൂട്ടിനി കേസ് അലോക്കേറ്റ് ചെയ്യും. അലോക്കേറ്റ് ചെയ്യണത് ഓട്ടോമേറ്റഡ് അലോക്കേഷൻ സിസ്റ്റം വഴിയാണ്. അതിലൊരു ഹ്യൂമൻ ഇന്റർവെൻഷൻ കുറവാണ്, ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ അസസ്മെന്റ് യൂണിറ്റിനെ ഇൻട്രസ്റ്റ് ചെയ്യും ഈ സ്ക്രൂട്ടിനി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അസസ്മെന്റ് യൂണിറ്റിന് ഈ നമ്മളുടെ ആദ്യത്തെ നോട്ടീസ് കിട്ടുമ്പോൾ അതിൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ടാവും. 15 ദിവസത്തിനുള്ള ടാക്സ് പെയർ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കുറച്ച് ഉണ്ടാവും. പക്ഷെ അത് കൂടാണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണം, കൂടുതൽ ഇൻഫർമേഷൻ വേണം, കൂടുതൽ വെരിഫിക്കേഷൻ വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് NEACയുടെ അടുത്ത് അസസ്മെന്റ് യൂണിറ്റിന് പറയാം. NEAC അത് അസസ്സീഡ്ക്ക് പാസ് ഓൺ ചെയ്യും. അതിനാവശ്യമുള്ള നോട്ടീസ് അയക്കും. കോളിംഗ് ഫോർ ഫർദർ എൻക്വയറി, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് നോട്ടീസ് ഉണ്ട്. അത് ആവശ്യമുള്ള നോട്ടീസ് അസസ്സിക്ക് അയക്കും. അപ്പോൾ ആ അസസ്സി അതനുസരിച്ചിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കും. പക്ഷേ ഇത് കൂടാണ്ട് അസസ്മെന്റ് യൂണിറ്റിന് വേറെ കുറച്ച് എൻക്വയറിയും വെരിഫിക്കേഷൻ ഒക്കെ, നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് ചോദിച്ചു, ബുക്കിന്റെ വെരിഫിക്കേഷൻ ചെയ്യണം. അത് അസസ്മെന്റ് യൂണിറ്റ് ചെയ്യേണ്ടതല്ല. അപ്പോൾ അസസ്മെന്റ് യൂണിറ്റ് ബുക്ക് വെരിഫൈ ചെയ്യണം എന്ന് പറയുമ്പോൾ NEACയുടെ അടുത്ത് പറയും ഇതൊരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് തരാൻ പറയും. അപ്പൊ NEAC നേരിട്ട് അത് വെരിഫിക്കേഷൻ യൂണിറ്റിന് കൊടുക്കും. വെരിഫിക്കേഷൻ യൂണിറ്റ് അത് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് എന്താ NEACക്ക് തിരിച്ചു കൊടുക്കും. NEAC അത് അസസ്മെന്റ് യൂണിറ്റിന് കൊടുക്കും. അത് കഴിഞ്ഞാൽ അസസ്മെന്റ് യൂണിറ്റിന്റെ ഈ സമയത്ത് അസസ്മെന്റ് യൂണിറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ടാക്സ് പെയർ കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ട്, വെരിഫിക്കേഷൻ യൂണിറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അതനുസരിച്ചിട്ട് ഒരു ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ NEACക്ക് അസസ്മെന്റ് യൂണിറ്റ് കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡറിൽ ഒന്നില്ലെങ്കിൽ അത് ഒരു റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യാം. റിട്ടേണിൽ ഒരു ചേഞ്ച് വരാണ്ട് നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഒരു ടാക്സ് അഡീഷനോ ഒന്നും ഇല്ലാണ്ട് ആവാം. അങ്ങനെയാണെങ്കിൽ അത് NEAC ഉടൻ തന്നെ ഫൈനലൈസ് ചെയ്യും. അതല്ല അതില് അഡ്വൈസ് ആയിട്ട് അസസ്സിനെ അഡ്വൈസ് ആയിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അസസ്സിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഹിയറിംഗ് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അതല്ല ഈ പറഞ്ഞ പോലെ NEACക്ക് തോന്നുകയാണ് ഈ റിവ്യൂ, അതായത് ഇപ്പൊ ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ അവരുടെ ഒരു ബ്രോഡ് പോളിസിക്ക് എഗൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫുള്ളി കൺഫേം ചെയ്യണില്ല അസസ്മെന്റ് ഓർഡർ എന്നുണ്ടെങ്കിൽ അത് റിവ്യൂ യൂണിറ്റിന് റിവ്യൂ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ റിവ്യൂ യൂണിറ്റിന് റിവ്യൂ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് റിവ്യൂ ചെയ്യും. അതിന്റെ മോഡിഫിക്കേഷനോട് കൂടിയിട്ട് തിരിച്ച് NEACക്ക് തന്നെ കൊടുക്കും. അപ്പോ അസസ്മെന്റ് എന്നിട്ട് NEAC റിവ്യൂ യൂണിറ്റ് എന്നുള്ള റെക്കമെൻഡേഷനോട് NEACക്ക് കിട്ടുകയാണെങ്കിൽ NEAC നേരിട്ട് അതായത് നേരത്തെ പറഞ്ഞ അസസ്മെന്റ് യൂണിറ്റിന് കൊടുക്കും. അസസ്മെന്റ് യൂണിറ്റ് ഈ പറഞ്ഞ റെക്കമെൻഡേഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ഇത് പിന്നെ അസസ്മെന്റ് യൂണിറ്റിന് ഇതില്ല. അപ്പൊ ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ കഴിഞ്ഞാൽ NEACക്കാണ് അയക്കുക. NEACക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങാനും അസസ്സിക്ക്, നേരത്തെ പറഞ്ഞ പോലെ അസസ്സിക്ക് എഗൻസ്റ്റ് അതിൽ കമന്റ്സ് ഉണ്ട്, ടാക്സ് പേയബിൾ ഉണ്ട്, അല്ലെങ്കിൽ റീഫണ്ട് കുറവ് കൊടുത്താൽ മതി എന്ന് കാണുകയാണെങ്കിൽ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കോൺഫറൻസിങ് വഴി ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ആയിട്ട് തന്നെ നമുക്ക് റെസ്പോൺസ് കൊടുക്കാം. ഹിയറിംഗ് കഴിയും. ഹിയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്പോൺസ് എന്താണോ അത് NEAC അസസ്മെന്റ് യൂണിറ്റിന് ഒന്നും കൂടി കൊടുക്കും. എന്നിട്ട് അസസ്മെന്റ് യൂണിറ്റ് അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ഫൈനലായിട്ട് റിവൈസ്ഡ് ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ പുറപ്പെടുവിക്കും. അപ്പൊ ആദ്യം ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ അസസിംഗ് യൂണിറ്റ് NEACക്ക് കൊടുത്തു. അപ്പൊ ഇനി റിവ്യൂക്കാര് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ നോട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അസസ്സിക്ക് പറയാനുള്ളതും കൂടി കേട്ട് കഴിഞ്ഞിട്ട് റിവൈസ്ഡ് ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ അസസിംഗ് യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. NEACയുടെ ഇപ്പൊ അതുണ്ട്. ഇപ്പൊ ഈ റിവൈസ്ഡ് ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡർ പിന്നെയും അസസ്സിക്ക് എഗൻസ്റ്റ് ആയിട്ട്, ഇപ്പൊ ഇത്രയും അസസ്സി പറഞ്ഞു അതൊന്നും പിന്നെയും എഗൻസ്റ്റ് ആയിട്ട് അതിൽ ഒബ്സർവേഷൻ ഉണ്ട്, ടാക്സ് പേയബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി NEAC ഓപ്പർച്യൂണിറ്റി കൊടുക്കും. എന്തെങ്കിലും പറയാനുണ്ടോ ഈ റിവൈസ്ഡ് ഡ്രാഫ്റ്റ് അസസ്മെന്റ് ഓർഡറിന് പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും കൂടി ഓപ്പർച്യൂണിറ്റി, ഹിയറിംഗ് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അത് കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി പറയാനുള്ളത് പറയാം. അത് കഴിഞ്ഞാൽ NEAC തന്നെ ഫൈനൽ അസസ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ഈ അത് ഫൈനലാണ്. അതാണ് ഇപ്പോഴത്തെ, മുമ്പത്തെ അസസ്മെന്റ് ഓർഡർ എന്ന് പറയുന്നതിന് പകരം ഇപ്പോ NEAC ഇഷ്യൂ ചെയ്യണ ഫൈനൽ അസസ്മെന്റ് ഓർഡർ ആണ് വാലിഡ്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ NEAC എന്ത് ചെയ്യുന്ന വെച്ചാൽ അതായത് അസസിംഗ് ഓഫീസർക്ക്, ജൂറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസർ, ഇപ്പൊ എറണാകുളമാണ് എറണാകുളം, അങ്ങനെയുള്ള അസസിംഗ് ഓഫീസർമാർക്ക് ഇംപ്ലിമെന്റേഷന് വേണ്ടി കൊടുക്കും. ഇപ്പോ
റിക്കവറിയോ അല്ലെങ്കിൽ എന്താ റെക്ടിഫിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ അത് മുഴുവൻ ഇംപ്ലിമെന്റ് ഈ അസസ്മെന്റ് ഓർഡർ ഫൈനൽ അസസ്മെന്റ് ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രമേ ഇപ്പൊ ജൂറിസ്ഡിക്ഷനിൽ അസിംഗ് ഓഫീസർക്ക് ഉള്ളൂ. അസസ്മെന്റ് ഡ്യൂട്ടി ഇല്ല. അതാണ് ഈ അസസ്മെന്റിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇതിപ്പോ കുറെ ചലഞ്ചസ് ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് പോണേന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ പക്ഷെ അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കുറെ പേർക്ക് ഓൾമോസ്റ്റ് എല്ലാ കേസുകളും ഇപ്പൊ എടുക്കുന്നത് മുഴുവനും ഈ അസസ്മെന്റ് തന്നെയാണ്. അപ്പൊ അതിൽ കണ്ടുവരുന്ന പ്രാക്ടിക്കലായിട്ട് കാണുമ്പോൾ പല കേസുകളിലും ബുക്സ് അപ്ലോഡ് ചെയ്യാൻ പറയാറുണ്ട്. ബുക്സ് അപ്ലോഡ് ചെയ്യാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ മുതല് എക്സലോ അല്ലെങ്കിൽ ടാലിയുടെയോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ബുക്സ് അപ്ലോഡ് ചെയ്യാന്ന് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇതുവരെ നമ്മൾ സാധാരണ ഒരു അസസിംഗ് ഓഫീസർ അടുത്ത് ആദ്യം തന്നെ ചെന്നൊരു റാപ്പൊക്കെ ഉണ്ടായി നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു ലീനിയൻസി കിട്ടാറുണ്ടായിരുന്നു. ഈവൻ ബുക്സിന്റെ കേസിൽ പോലും ചില ലെഡ്ജേഴ്സ് മാത്രം കൊടുത്താൽ മതി, അവർ ചോദിക്കുന്നത് മാത്രം കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ബുക്സിൽ എന്താണോ അതാണ് ഫൈനൽ. ബുക്സിൽ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ എൻട്രിയുടെയും എന്താണോ അതില് നറേഷൻ എഴുതിയിരിക്കുന്നത് അതാണ് അവർ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ബുക്സ് ഇനി മുതല് കംപ്ലീറ്റ് ആയിട്ട് ഫൈനലൈസ് ചെയ്യാണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ അതിന് ഒരു കോൺസിക്വൻസ് ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതായിരുന്നു ആദ്യത്തെ ഈ അസസ്മെന്റിന്റെ ടോപ്പിക്. ഇപ്പൊ നമ്മൾ കണ്ട ഏറ്റവും വലിയ അസസിയുടെ സൈഡിൽ നിന്ന് ഏറ്റവും വലിയ ചലഞ്ച് ബുക്സ് ആണെന്നുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട് പ്രാക്ടിക്കലി. അപ്പൊ നമുക്ക് ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സിന്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കൺസിഡർ ചെയ്യാം. 4 ടോപ്പിക്കാണ് ഇതിൽ കവർ ചെയ്യണത്. ഒന്ന്, ഡിസലവൻസ് ഓഫ് ക്യാഷ് പേയ്മെന്റ്സ് 40A3 സെക്ഷൻ 40A3 പ്രകാരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിൽ എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഉള്ളത് ഡീംഡ് ഇൻകം. ഡീംഡ് ഇൻകം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സെക്ഷൻ 68, 69, 69 ABC ഇങ്ങനെ 5 സെക്ഷനാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അത് എന്താന്നുള്ളത് പറയാം. പിന്നെ സെക്ഷൻ 269 SS, 269T, 269 ST ഇങ്ങനെയുള്ള ഈ സെക്ഷൻ വഴി പ്രൊഹിബിഷൻ ഓൺ ടേക്കിംഗ് ഓർ അക്സെപ്റ്റിംഗ് ഓർ റീപേയ്മെന്റ് ഓഫ് ലോൺസ് ഇൻ ക്യാഷ്. പിന്നെ ഉള്ളത് പെനാൽറ്റി അണ്ടർ സെക്ഷൻ 270A. അത് പുതിയതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത സെക്ഷനാണ് 270A. മുമ്പ് 271(1C) ആയിരുന്നു, അത് മാറ്റി 270A ആണ്. അത് വളരെ വൈഡ് കോൺസിക്വൻസ് ഉള്ളതാണ്. അപ്പൊ അതും നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 270A എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ ഒരു 3-4 മണിക്കൂറിനുള്ള സ്കോപ്പ് ഉണ്ട്, കാരണം അത്രയും ഇലാബറേറ്റ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഒരു വർക്കിംഗ് നോളജ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നോക്കി പോകാം. അപ്പൊ ആദ്യം ഡിസലവൻസ് ഫോർ ക്യാഷ് പേയ്മെന്റ്സ്. സെക്ഷൻ 40A3, പേയ്മെന്റ് മെയ്ഡ് അതർവൈസ് ദാൻ സ്പെസിഫൈഡ് മോഡ്സ്. ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ആൻ അസസി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആവാം, കമ്പനി ആവാം, ഫേം ആവാം, എന്തും ആവാം, എനി പേഴ്സൺ ആണ്, above ₹10,000 other than by account pay check or draft or use of electronic ECS, electronic clearing system, or through a bank account or through such other methods as may be prescribed. അപ്പൊ ഇതില് ഗവൺമെന്റ് ട്രൈ ചെയ്യണത് ആരാണ് അയച്ചത്, ആരുടെ അക്കൗണ്ടിലേക്കാണ് പോണത്, ഈ പേയ്മെന്റ് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോണത് എന്നറിയാൻ പറ്റണ ഏത് സിസ്റ്റമാണ് ഗവൺമെന്റ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ such expenditure exceeding 10,000 shall not be allowed as a deduction. Simply put, this section covers those payments over 10,000 rupees made by a bearer check or cash or even a simple crossed check. Crossed check പോലും സമ്മതിക്കില്ല. കാരണം ഈ ക്രോസ്ഡ് ചെക്ക് ഇറ്റ് ക്യാൻ ബി എൻഡോഴ്സ്ഡ്. ചെക്ക് വേറെ ആൾക്ക് എൻഡോഴ്സ് ചെയ്യാൻ പറ്റും. ആ റീസൺ കൊണ്ട് അക്കൗണ്ട് പേ ചെക്ക് തന്നെ വേണം, ക്രോസ്ഡ് ചെക്ക് പറ്റില്ല. അപ്പോ ബേസിക് ആയിട്ട് സെക്ഷൻ 40A3 പ്രകാരം നമ്മൾ 10,000 rupees കൂടുതൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ഡിസലോ ചെയ്യും, ആ ഡിഡക്ഷൻ അലോ ചെയ്യില്ല. ഇതിനുള്ള ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ലോറി ഹയറിംഗ് ഓഫ് കാരേജ് ഫോർ ഗുഡ്സ് സച്ച് ആസ് ലോറീസ്, ട്രക്സ് എക്സെട്ര, ഈ 10,000 എന്ന് പറഞ്ഞ ലിമിറ്റ് 35,000 ആയിട്ടുണ്ട്. അത് കവർ ചെയ്യണത് however if the payment are made for hiring or leasing carriage of goods such as lorries or truck, അങ്ങനെയാണെങ്കിൽ 35,000 വരെ അലോ ചെയ്യാം. പിന്നെ ഈ സെക്ഷൻ പറയണത് എനി പേയ്മെന്റ് എക്സീഡിംഗ് 10,000 ആസ് എക്സ്പെൻസ് made to a single person in a single day.
അതായത് ഒരു ബിസിനസ് ഒരു പാൻ ഹോൾഡർക്ക് ഒരു ദിവസം 10,000-ൽ കൂടുതൽ പേയ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് പർച്ചേസ് ട്രാൻസാക്ഷൻസിനും ബാധകമാണ്. അപ്പോൾ പർച്ചേസിന് അഗൻസ്റ്റ് ഉള്ള പേയ്മെന്റ് ആണെങ്കിലും ഒരു പാൻ ഹോൾഡർക്ക് ഒരു ദിവസം 10,000-ൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഒരു ബില്ലാണെങ്കിൽ ഒരു 25,000 രൂപയുടെ ബില്ലാണെങ്കിൽ 3 ദിവസമായിട്ട് കൊടുക്കണോണ്ട് തെറ്റില്ല. പക്ഷെ ഒരു ദിവസം ഒരു പാൻ ഹോൾഡർക്ക് 10,000-ൽ കൂടുതൽ എക്സ്പെൻസ് പാടില്ല. ഇനി ഇതിപ്പോ ഡിസലവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം P&L ഐറ്റത്തിനാണ് ഡിസലവ് ചെയ്യുക. അപ്പോ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അക്വിസിഷൻ പറ്റുമോ, നമുക്ക് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ പറ്റുമോ 10,000-ൽ കൂടുതൽ ക്യാഷ് കൊടുത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതിനുള്ള if capital asset is acquired through payment made otherwise than the specified modes, then depreciation shall not be allowed on such assets since the same shall not be part of actual cost of capital asset. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാപിറ്റൽ ഇൻകം ടാക്സിന്റെ കേസിൽ നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ ഡെഫിനിഷൻ ആക്ച്വൽ കോസ്റ്റ് എന്നാണ് വേർഡ് പറയുന്നത്. ബ്ലോക്ക് ഓഫ് അസറ്റിൽ വരുന്നത് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞ വേർഡാണ്. 10,000-ൽ കൂടുതൽ രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു വാങ്ങിച്ച ഒരു അസറ്റ് ആക്ച്വൽ കോസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ആക്ച്വൽ കോസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 10,000-ൽ കൂടുതൽ രൂപ ക്യാഷ് ആയിട്ട് കൊടുത്ത് ക്യാപിറ്റൽ അസറ്റ് കൊണ്ടുവന്നാൽ അതിന് ഡിപ്രീസിയേഷൻ അലോവബിൾ അല്ല. അതാണ് ക്യാപിറ്റൽ അസറ്റിന്റെ അക്വിസിഷനിൽ ക്യാഷിന്റെ എഫക്ട്. ഇനി ഇതിന് കുറച്ച് എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും ടെക്നിക്കൽ എക്സെപ്ഷൻസ് ആണ്. ആദ്യത്തെ പേയ്മെന്റ് മെയ്ഡ് ടു ബാങ്കിങ് ഓർ അതർ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, LIC കൊടുക്കണതിന് കുഴപ്പമില്ല, ക്യാഷ് ആയിട്ട് കൊടുക്കാം. പേയ്മെന്റ് മെയ്ഡ് ത്രൂ ബാങ്കിങ് LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ടാവാം, TT, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അങ്ങനെയുള്ളത് കൊടുക്കണോണ്ട് തെറ്റില്ല. Where the payment is made by way of adjustment against the amount of any liability incurred by the payee for any goods supplied or service rendered by the assessee to such payee, no disallowance operates. എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ ഒരാള് B എന്ന് പറഞ്ഞ ഒരാൾക്ക് ഗുഡ്സ് കൊടുത്തു. അപ്പോ where the payment is made by way of adjustment against the amount of any liability incurred by the payee. അപ്പോ പൈസ കിട്ടിയ ആൾക്ക് ലയബിലിറ്റി, പേയ്ക്ക് എന്തെങ്കിലും ഒരു ലയബിലിറ്റി വന്നു, മറ്റേ കൗണ്ടർ പാർട്ടി പെയർ കൊടുത്തതിന്റെ ഗുഡ്സിനെ പറ്റിയിട്ടാണ് ലയബിലിറ്റി വന്നത് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആ ലയബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ ക്യാഷ് കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇതൊരു വളരെ പെർട്ടിക്കുലർ കേസാണ്, നമ്മുടെ നോർമൽ ഇതിൽ വരുന്ന കേസല്ല. അതുകൊണ്ട് അതും നമുക്ക് അത്രയ്ക്ക് വലിയ ഉപകാരപ്പെടും തോന്നുന്നില്ല. പിന്നെ ഉള്ളത് no disallowance is applicable where such expenses are made to growers, producers or cultivators of agriculture, horticulture, fish and animal produce. അത് സാധാരണഗതിയിൽ വരുന്നതാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് വിൽക്കണ ഗ്രോയർക്ക്, അത് ഫാർമേഴ്സിന് ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കൾട്ടിവേറ്റേഴ്സ് ആവണം, ഗ്രോവേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഓർ കൾട്ടിവേറ്റേഴ്സ്, ഡീലേഴ്സ് അല്ല. അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾക്കാരല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക്, ഫാർമർ, അവർക്കാണ് ക്യാഷ് കൊടുക്കാൻ പറ്റണം. പിന്നെ പേയ്മെന്റ് മെയ്ഡ് ടു എ പ്രൊഡ്യൂസർ ഫോർ ദി പർച്ചേസ് ഓഫ് ദി പ്രൊഡക്ട്സ് മാനുഫാക്ചർഡ് ഓർ പ്രോസസ്ഡ് വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് പവർ ഇൻ എ കോട്ടേജ് ഇൻഡസ്ട്രി, ഹാൻഡ്ലൂം സെക്ടർ, അങ്ങനെയുള്ള പവർ ലൂം അല്ല, ഹാൻഡ്ലൂം. അപ്പോ കോട്ടേജ് ഇൻഡസ്ട്രി പവർ യൂസേജ് ഇല്ലാണ്ട് കോട്ടേജ് ഇൻഡസ്ട്രിയിലെ അവിടെ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യോ പ്രോസസ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ, ഡൈയിങ് അങ്ങനെയുള്ള പ്രോസസ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ അതിന് പേയ്മെന്റ്സ് ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, എക്സെപ്ഷൻ ആണ്. പിന്നെ ഉള്ളത് ഒരു ബാങ്ക്, അതായത് ഒരു വില്ലേജിലോ ടൗണിലോ താമസിക്കണോ, അവിടെ ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇല്ല, അങ്ങനെയുള്ള കേസിൽ ക്യാഷ് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, ഡ്യൂട്ടി, സെസ്, അത് ഗവൺമെന്റിനുള്ള കാശാണ്, അതുകൊണ്ട് അത് ക്യാഷ് ആയിട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് no disallowance operates where the payment by way of gratuity, retrenchment compensation or similar terminal benefit made to an employee of the assessee or his heirs, legal heirs, on such retrenchment, resignation, discharge or death of such employee. അതായത് ഒരു എംപ്ലോയിക്കുള്ള റിട്ടയർമെന്റ് ടെർമിനൽ ബെനിഫിറ്റ്സ്, ഗ്രാറ്റുവിറ്റി ആവാം, റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആവാം, അത് ഐദർ എംപ്ലോയിക്കോ അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ലീഗൽ ഹെയറിനോ കൊടുക്കാം. പക്ഷെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ആ കൊല്ലം 50,000 കൂടുതൽ സാലറി വാങ്ങാൻ പാടില്ല. ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലും 50,000 കൂടുതൽ സാലറി വാങ്ങാൻ പാടില്ല. അപ്പൊ 50,000 കുറവ് സാലറി ഉള്ള ഇക്കൊല്ലോ കഴിഞ്ഞ കൊല്ലോ ഉള്ള എംപ്ലോയീസിന്
അവർ റിട്ടയർ ചെയ്യോ റിട്ടേൺ ചെയ്യോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കോ അവരുടെ ലീഗൽ എയറിനോ ക്യാഷ് ആയിട്ട് കൊടുക്കാം അപ് ടു മാക്സിമം 50,000. പിന്നെ ഉള്ളത് ബാങ്ക് ക്ലോഷർ. എന്തെങ്കിലും ഹോളിഡേ കൊണ്ടോ സ്ട്രൈക്ക് കൊണ്ടോ ബാങ്ക് ക്ലോഷർ ആയിരുന്നു, ബാങ്ക് വർക്ക് ചെയ്യണില്ല എന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ക്യാഷ് കൊടുക്കാം. പിന്നെ ഉള്ളത് പേയ്മെന്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ ടു ഹിസ് ഏജന്റ് ഹു ഈസ് റിക്വയർഡ് ടു മേക്ക് പേയ്മെന്റ് ഇൻ ക്യാഷ് ഫോർ ഗുഡ്സ് ഓർ സർവീസ്. ഇത് ഒരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. അതായത് ഒരു സബ്ജക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണ്, കേസ് ലോസ് ഉണ്ട്. ഇഫ് എ പേഴ്സൺ ഈസ് റിക്വയർഡ് ടു മേക്ക് പേയ്മെന്റ് ഇൻ ക്യാഷ് ഫോർ ഗെറ്റിംഗ് ഗുഡ്സ് ഓർ സർവീസ്, അങ്ങനെ ഒരു കണ്ടിൻജൻസി ഉണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതിലൊരു കേസ് ലോ ഉണ്ട്, പറ്റും എന്ന് പിടിച്ചൊരു കേസ് ലോ ഉണ്ട്. അതായത് റെയിൽവേ എംപ്ലോയീസ്, ഇപ്പോ റെയിൽവേ എംപ്ലോയീസ് ചെറുകിട എംപ്ലോയീസ് പ്ലാറ്റ്ഫോമിലും അതിനുവേണ്ടിയൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ഗുഡ്സോ സർവീസോ ഫർദർ സെയിലിനാണെങ്കിൽ കൂടി വാങ്ങാം എന്നുള്ളൊരു കേസ് ലോ ഉണ്ട്. അപ്പൊ ഹൂ ഈസ് റിക്വയർഡ് ടു മേക്ക് പേയ്മെന്റ് ഇൻ ക്യാഷ് എന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് പേയ്മെന്റ് പറ്റും. പിന്നെ ഉള്ളത് ഓതറൈസ് ഡീലർക്കാണ്. ഓതറൈസ് ഡീലർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോളർ കൊടുത്താൽ നെസറലി അവർക്ക് ഇന്ത്യൻ മണി ആയിട്ട് തന്നെ തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചും. അപ്പൊ അതുകൊണ്ട് അത് അലൗഡ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി അദ്ദേഹം ടെമ്പററി ഡ്യൂട്ടി ഫോർ എക്സീഡിങ് 15 days, ടെമ്പററി പോസ്റ്റിംഗ് ഉള്ള കേസ് അവിടെ അല്ലെങ്കിൽ ഷിപ്പിൽ പോവുക, ഇങ്ങനെയുള്ള 2 കേസ് കവർ ചെയ്യുന്നു. ബാങ്ക് ഇല്ലാത്ത സ്ഥലമാണ് എങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കാം, അതും സാലറി ആയിട്ട് ക്യാഷ് കൊടുക്കാം. അതാണ് വേറൊരു എക്സെപ്ഷൻ. അപ്പൊ ഈ എക്സെപ്ഷൻസ്, ഇത്രയും എക്സെപ്ഷൻസ് ആണ് റൂൾ 6DD പ്രകാരം ക്യാഷ് കൊടുക്കാം എന്നുള്ളതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ബാങ്ക് ക്ലോഷറിന്റെ ദിവസം കൊടുക്കാം എന്നുള്ളതാണ്. എന്ന് വെച്ച് ബാങ്ക് ക്ലോസ് ചെയ്ത സ്ട്രൈക്കുള്ള ഒരു ദിവസം ബുക്സ് ഓഫ് എൻട്രിയിൽ ബുക്സിൽ കുറെ ഇത് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഒരു ജെന്യൂൻ കേസുകളെ അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ബാക്കിയൊന്നും അത്രയ്ക്ക് ഇതായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെയുള്ള കേസ് ലോസിലേക്ക് പോവാം. ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഡയറക്ട്ലി ടു സപ്ലയർ അക്കൗണ്ട് ഈ സെക്ഷനെ വയലേറ്റ് ചെയ്യും. നിങ്ങൾ വാങ്ങിച്ചു, സപ്ലയർക്ക് ക്യാഷ് കയ്യിൽ കൊടുത്തില്ല, സപ്ലയറുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിലും ഇറ്റ് വിൽ ബി ഡിസലൗഡ്. ഡൽഹി ആൻഡ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട്സ്, 2 കോർട്ട് ബോത്ത് ഇൻ 2013 held that cash payments made to ensure supply from small scale traders or dealers can be exempted under 6DD K എന്ന് പറഞ്ഞ ക്ലോസ്, required to pay in cash for goods or service. ഇതാണ് കേസ് ലോസിൽ ഫേവറബിൾ ആയിട്ടുള്ള കേസ് ലോ. ഇത് മാത്രമേ അധികം ഉള്ളൂ. ജനറലി 10,000 കൂടുതൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡിസലവ് ചെയ്യുക എന്നുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പൊ 10,000 കൂടുതലുള്ള എക്സ്പെൻസ് ഒരു കാരണവശാലും ബുക്സിൽ കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് കേസുകളുണ്ട്. ഒന്ന് 3CD വരുന്നതാണ്, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കേണ്ടതാണ്. 2 സ്ക്രൂട്ടിനിക്ക് അവർ ആദ്യം നോക്കുന്ന കേസ് ഇതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട സെക്ഷനാണ്. ഇനി നമ്മൾ വരുന്നത് ഡീംഡ് ഇൻകം. ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞാൽ, ഡീംഡ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം മനസ്സിലായി. അതായത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ, ആരുടെ എക്സ്പെൻസ് ആണോ ആരുടെ ഇൻകം ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ടു ബി യുവർ ഇൻകം. അത് ഒരു ഡീമിംഗ് പ്രൊവിഷൻ വെച്ച്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ലീഗൽ പ്രൊവിഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഇൻകം ആയിട്ട് അസസ് ചെയ്യും, അസസ്മെന്റ് പർപ്പസിന്. അതാണ് ഈ പറഞ്ഞ സെക്ഷൻസ്. സെക്ഷൻ 68 ക്യാഷ് ക്രെഡിറ്റ്, സെക്ഷൻ 69 അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്, സെക്ഷൻ 69A അൺഎക്സ്പ്ലെയിൻഡ് മണി എക്സെട്ര, മണി ബുള്ളിയൻ അങ്ങനെയുണ്ട്. പിന്നെ 69B പ്രകാരം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓർ മണി വിച്ച് ഇസ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ബുക്സ്. സെക്ഷൻ 69C പ്രകാരം അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. ഈ 5 സെക്ഷനിലേക്ക് നമുക്ക് നോക്കാം. സെക്ഷൻ 68 വളരെ വളരെ ഇമ്പോർട്ടന്റും പവർഫുള്ളും ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അത് സ്ക്രൂട്ടിനി അസസ്മെന്റിന് സാധാരണഗതിയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിൽ കൂടി ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ പുറത്തുനിന്നുള്ള ഒരാൾ, ഏതോ അറിയാത്ത ഒരാളാണ് നോക്കുന്നത്. അപ്പൊ അവർക്ക് മുഖം നോക്കാണ്ട് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സെക്ഷനാണ് അത്. അതിന് വളരെ വ്യാപ്തിയുള്ള ഒരു സെക്ഷനാണ്. അത് പറയാം, അതിലേക്ക് പോവാം. ഇഫ് എ സം ഈസ് ഫൗണ്ട് ക്രെഡിറ്റഡ്, സം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്യാഷ് അല്ല. അപ്പൊ ക്യാഷ് ക്രെഡിറ്റ് എന്നാണ് ജനറലി സെക്ഷൻ 68 പറയാമെങ്കിൽ കൂടി അത് ക്യാഷ് മാത്രമല്ല, എനി സം ഈസ് ഫൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എനി SSC and the SSC does not offer any explanation or satisfactory explanation about the nature and source of such credit.
it may be charged as the income of the assessee for that previous year. Hence, Section 68 is applicable only if credits are recorded in the books of accounts. നിങ്ങൾ ഇപ്പൊ GST മുമ്പ് സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു. സർവീസ് ടാക്സുകാര് ഓഡിറ്റിന് വരുമ്പോ ആദ്യം അവർ നോക്കുക, അവര് ഇപ്പൊ GSTക്കാരും എങ്ങനെയോ ആദ്യം നോക്കുക എന്ന് പറഞ്ഞാൽ എനി ക്രെഡിറ്റ്, എല്ലാ ക്രെഡിറ്റും ഈവൻ എക്സ്പെൻസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് വരെ, അതാണ് അവർ നോക്കുക. അപ്പോൾ സാലറിയിൽ ഒരു ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ സർവീസ് ടാക്സ് വേണം എന്ന് പറയുന്ന ആൾക്കാർ, രജിസ്ട്രേഷൻ ഫീ, ഒരു എംപ്ലോയിനെ കൊണ്ടുമ്പോൾ രജിസ്ട്രേഷൻ ഫീ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സർവീസ് ടാക്സ് വേണം. അപ്പൊ അവര് എല്ലാ ക്രെഡിറ്റുമാണ് സാധാരണ ലെഡ്ജർ സ്ക്രൂട്ടിനിയിൽ നോക്കാറ്. അതേപോലത്തെ ഒരു സെക്ഷൻ ആണ് ഇത്. ഇറ്റ് കവേഴ്സ് സെക്ഷൻ 68 കവേഴ്സ് ഓൾ ക്രെഡിറ്റ് എൻട്രീസ്, ഓൾ ക്രെഡിറ്റ്സ് അവർക്ക് നോക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്ഷൻ 60 ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇഫ് എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഉള്ള എൻട്രീനെയാണ് അത് കവർ ചെയ്യുക. ഇൻ ദ കേസ്, അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് സെക്ഷനിൽ ഉള്ളത് തന്നെയാണ്. ഇൻ ദ കേസ് ഓഫ് എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി, Section 68 will apply to the share premium or share application money or share any amount, any money in that name, unless the person in whose name such sum is credited offers satisfactory explanation as to its nature and source. എന്ന് പറഞ്ഞാൽ ഇത് സെക്ഷന്റെ ഒരു ഭാഗമാണ്, ഒരു വേറെ കേസല്ല. ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ പ്രീമിയം ആയിട്ട് പൈസ വന്നാലും, ഷെയർ ആപ്ലിക്കേഷൻ മണി ആയിട്ട് പൈസ വന്നാലും, ഷെയർ ക്യാപിറ്റൽ ആയിട്ട് പൈസ വന്നാലും, ബൈ വാട്ട് എവർ നെയിം കോൾഡ്, അതുവരെ സെക്ഷൻ 68 കവർ ചെയ്യും. അൺലെസ് ആരുടെ പേരിലാണോ കിട്ടിയെന്ന് പറയുന്നത്, ആരുടെ പേരിലാണോ ക്രെഡിറ്റ് വന്നിരിക്കുന്നത്, വരവ് വച്ചിരിക്കുന്നത്, അയാള് ഈ തന്നിരിക്കുന്ന പൈസയുടെ നേച്ചറും സോഴ്സും എക്സ്പ്ലെയിൻ ചെയ്താൽ കുഴപ്പമില്ല. അതില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 68 വരും. അപ്പൊ ദാറ്റ് മീൻസ് ഇറ്റ് കവേഴ്സ് ഓൾ ക്രെഡിറ്റ്സ്. അപ്പൊ ഇതില് നമ്മളുടെ ഒരു ബിസിനസ്സുകാരന്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ, ബിസിനസ്സുകാരന്റെ തലയിലിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദി ഓണേഴ്സ് ഈസ് ഓൺ ദി അസസി ടു പ്രൂവ് ദി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ക്രെഡിറ്റർ. ഈ നമുക്ക് പൈസ തന്നത് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് ഇത് പൈസ തരാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കൂടിയും നമ്മൾ പ്രൂവ് ചെയ്യണം. അതുവരെ ഈ സെക്ഷൻ 68 എക്സ്റ്റെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങേർക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കണ്ട. ബട്ട് വൺസ് ദാറ്റ് ഈസ് പ്രൂവൺ, it is not the responsibility of the assessee to find the source of money of the creditor or anything, or the genuineness of transaction between creditor subcreditor, അങ്ങനെയുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ക്രെഡിറ്റർ, അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി സെക്ഷൻ 68 പ്രകാരം അസസിക്ക് ഉണ്ട്. വേറെ കേസിലോ പറയുകയാണെങ്കിൽ, ഫർണിഷിംഗ് പാൻ ഇസ് നോട്ട് ഇനഫ് ഡിസ്ചാർജ് ഓഫ് ദി റെസ്പോൺസിബിലിറ്റി ഇൻ കണക്ട് വിത്ത് ദി ഐഡന്റിറ്റി ഓഫ് ദി ക്രെഡിറ്റർ. അപ്പോൾ സെക്ഷൻ 68 പ്രകാരം എല്ലാ ക്രെഡിറ്റിലും കവർ ചെയ്യും. ഓരോ ക്രെഡിറ്റ് എൻട്രിയുടെയും ഏത് കാരണം, നേച്ചറും സോഴ്സും അത് പറയണം. അത് മാത്രമല്ല, ആരാ തന്നതെന്ന് പറയണം. ആ തന്ന ആൾക്ക് അതിനുള്ള ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടെന്നും കൂടി നമ്മൾ ആ എക്സ്റ്റെൻഡ് വരെ അസസി ഈസ് റെസ്പോൺസിബിൾ. അതുകൊണ്ട് വെണ്ടർ, അതുകൊണ്ടാണ് വലിയ കമ്പനികൾ വെണ്ടർ സെലക്ഷനും വെണ്ടർ മാസ്റ്റേഴ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ട്രാൻസാക്ഷൻസ് ക്ലിയർ ആണ്. GST വന്നുകൊണ്ട് പർച്ചേസും സെയിലിന്റെ ട്രാൻസാക്ഷൻ GST വന്നുകൊണ്ട് കുറെ ഭേദമാണ്. 2A ഉണ്ട്, അത് മനസ്സിലാവും. പക്ഷെ ബാക്കിയുള്ള ക്രെഡിറ്റ്സിനും ബാക്കിയുള്ളതിനൊക്കെ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ സെക്ഷൻ 68 does not confine to cash entries alone. A bogus purchase transaction which cannot be satisfactorily explained will be covered under section 68. However, ഒരു കേസിൽ ഉള്ളതാണ്. However, AO cannot treat, assessing officer cannot treat long pending creditors with no fresh transaction during the year as cash credit by invoking 68. ഒരു ക്രെഡിറ്റർ ഉണ്ട്, 2-3 കൊല്ലമായിട്ട് ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല, അപ്പൊ ലയബിലിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്, അത് ഇൻകം ആണെന്ന് പറയാൻ പറ്റില്ല. ഓൺലി ബിക്കോസ് ആ ട്രാൻസാക്ഷനിൽ വേറെ ഫ്രഷ് ട്രാൻസാക്ഷൻ ഒന്നും വന്നില്ല, പുതിയതായിട്ട് ക്രെഡിറ്റ് കിട്ടി, പർച്ചേസ് ചെയ്തിട്ടില്ല, പേയ്മെന്റ് അടച്ചിട്ടില്ല എന്നുള്ളത് സാങ്ക്ടിറ്റി പോകണമെന്നില്ല. പക്ഷെ എല്ലാ ക്രെഡിറ്റ്സിന്റെയും അവർ ക്വസ്റ്റ്യൻ ചെയ്യും, അവർ നോക്കാൻ പറ്റും. അതാണ് 68 നോക്കേണ്ടത്. അപ്പൊ നമ്മൾ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. There is no difference. പിന്നെ ഒരു വേറൊരു കേസില്ല, there is no difference between business loan and non-business loan for invoking section 68. ബുക്സില് വന്ന കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. അപ്പൊ ബുക്സിൽ വന്ന ഒരു ക്രെഡിറ്റ്, അത് ലോൺ തന്നതാണ്, അത് പക്ഷേ നോൺ ബിസിനസ് പർപ്പസ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ബിസിനസ് ലോൺ, നോൺ ബിസിനസ് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല.
it will apply to any credit which is not explained as to its nature and source. That's the question. Section 68 can be invoked even if the credit is appearing in the name of a third party or in the capital account of the SSE. മുമ്പ് ചെയ്തിരുന്നു. മുമ്പ് നമുക്കറിയാം പണ്ടൊക്കെ ഫേമിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ക്യാപിറ്റൽ അക്കൗണ്ടും കൂടി കൊടുക്കണമായിരുന്നു. ഇപ്പൊ അത് ഇൻസിസ്റ്റ് ചെയ്യണില്ല. പക്ഷെ എനി ക്രെഡിറ്റ് in the name of either the third party or the owner has to be explained for its nature and source. That's section 68. In section 68 in the tax rate, 78% ആണ്. ആ ഇൻകം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 ലക്ഷം രൂപ ക്രെഡിറ്റ് ഉണ്ട് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷം രൂപയുടെ 78% 78,000 രൂപ 78,000 rupees ആണ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അതിൽ ഒരു ഡിഡക്ഷനും കിട്ടില്ല, ഒരു അലവൻസും ഇല്ല, ഒരു സെറ്റ് ഓഫും ഇല്ല. ഇത് ഇൻകം ആണെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടായിരുന്നു, അതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഡിഡക്ഷൻ, അലവൻസ് ഓർ സെറ്റ് ഓഫ് വിൽ ബി അലൗഡ്. ഫർദർ ഇത് കൂടാണ്ട് 10% ഓഫ് സച്ച് എമൗണ്ട്, ഈ 78% ടാക്സിന്റെ 10% ക്യാൻ ബി ലെവിഡ് ആസ് പെനാലിറ്റി അണ്ടർ സെക്ഷൻ 271 AAC. ഇതാണ് സെക്ഷൻ 68ന്റെ. ഇത് ജനറലി അധികം അസിംഗ് ഓഫീസർമാർ ഇതുവരെ യൂസ് ചെയ്ത് കണ്ടില്ല. പക്ഷെ ഇപ്പൊ ഈ അസസ്മെന്റും അതൊക്കെ വരുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് കവേഴ്സ് എ ലോട്ട് ഓഫ് ഏരിയ, ഇൻഫാക്ട് ഓൾ ദി ക്രെഡിറ്റ്സ് വിച്ച് ഇസ് നോട്ട് എക്സ്പ്ലെയിൻ പ്രോപ്പർലി. ഇനി സെക്ഷൻ 69 പറയാം. 68ഉം 69ഉം തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താ വെച്ചാൽ 68 is applicable if entries are made in the books. 69 is applicable in respect of entries with transactions or credits or investments which are not recorded in the books of account. Well, if the assessee has made investments which are not recorded in the books of accounts, if any, maintained by him for any source of income. നമുക്കറിയാം ആകെ 2 സോഴ്സ് ഓഫ് ഇൻകത്തിലാണ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ബിസിനസ്സും ഇൻകം ഫ്രം അതർ സോഴ്സും. അതല്ലെങ്കിൽ ബാക്കിയുള്ളതിന് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൽ അതുകൊണ്ടാണ് ഈ ഫെനിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. സാലറി ഉള്ള ഒരാൾക്ക് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോ any investment he has to explain itself. Investment explain ചെയ്തേ പറ്റൂ. And the assessee offers no explanation about the nature and source of the investment, or explanation offered by him is not, in the opinion of the assessing officer, satisfactory. Value of the investment may be deemed to be the income of the assessee of such financial year. ഇതിന്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ മുഖാന്തരോ സെർച്ച് മുഖാന്തരോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ വഴി ഒരു അസസ്സിക്ക് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാവണം. അപ്പൊ ആ ഈ ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും സോഴ്സിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടെങ്കിൽ സെക്ഷൻ 69 വിൽ നോട്ട് അപ്ലൈ. പക്ഷേ ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുക്സ് വെക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കൂടി സെക്ഷൻ 69 വിൽ അപ്ലൈ. ആൻഡ് അതപ്പോ സാലറിക്കാർക്ക് അപ്ലൈ ചെയ്യാം, ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് പ്രോപ്പർലി അസൈൻഡ് അങ്ങനെയാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ബുക്സിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ഇല്ല, ബുക്സിൽ ഇല്ലാത്ത ഏത് കേസിലും ഇത് അപ്ലൈ ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർലി ടു ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി അസസിംഗ് ഓഫീസർ എക്സ്പ്ലെയിൻ ചെയ്യുക അതിന്റെ ആസ് ടു ഇറ്റ്സ് നേച്ചർ ആൻഡ് സോഴ്സ്. അങ്ങനെയാണെങ്കിൽ there is no tax, they will accept it. Otherwise it will be covered under section 69. വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ സെക്ഷൻ 69 വിൽ നോട്ട് അപ്ലൈ ഇഫ് ദി ഇൻവെസ്റ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതാണ് 68 വ്യത്യാസം. ശരി, ടാക്സ് റേറ്റ് നേരത്തെ പറഞ്ഞ അതേ ടാക്സ് റേറ്റ് തന്നെയാണ് 78%, ഇൻക്ലൂഡിംഗ് ടാക്സ് 16, ശരിക്കും ടാക്സ് 60, 25% സർചാർജ്, സെസ് 4, അങ്ങനെയാണ് 78 വരുന്നത്. ഇതിന്റെ നോ ഡിഡക്ഷൻ ഓർ അലവൻസ് ഓർ സെറ്റ് ഓഫ് വിൽ ബി അലൗഡ്. പ്ലസ് ഇത് കൂടാണ്ട് ഒരു പെനാൽറ്റി പ്രൊവിഷൻ ഉണ്ട് 271 AAC പ്രകാരം 10% പെനാൽറ്റിയും ഇടാം. നൗ സെക്ഷൻ 69A, നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞു. ഇത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, അതിന് പകരം ഇഫ് ദി അസസി ഈസ് ഫൗണ്ട് ടു ബി ദി ഓണർ ഓഫ് എനി മണി, ബുള്ളിയൻ, ജ്വല്ലറി ഓർ അതർ വാല്യൂബിൾ ആർട്ടിക്കിൾസ്. അതർ വാല്യൂബിൾ ആർട്ടിക്കിൾസിന്റെ ഡെഫിനിഷൻ വളരെ വൈഡ് ആണ്. ഒരു ആർട്ട് വർക്ക് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. And such money, bullion, jewelry or valuable article is not recorded in the books of account, if any, maintained by him for any source of income, and the assessee offers no explanation about the nature and source thereof. Then the value
money and the value of bullion, jewelry or other valuable articles may be deemed to be the income of the assessee for such financial year. ഈ കേസിലും സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടോ അല്ലെങ്കിൽ സെർച്ചിന്റെ ഇതോ അങ്ങനെ വല്ല സമയത്ത് തന്നെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, അസസിയുടെ അടുത്ത് ചോദിക്കുന്നു, അസസിയുടെ പൊസിഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അസസി ഇസ് ദി ഓണർ. അപ്പോൾ അത് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു, അത് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്തില്ല ആസ് ടു ദി നേച്ചർ ആൻഡ് സോഴ്സ്, അങ്ങനെയെങ്കിൽ ഇത് ഇറ്റ് ക്യാൻ ബി ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 69A. ടാക്സ് റേറ്റ് സെയിം തന്നെയാണ്, 78% പ്ലസ് 10% പെനാൽറ്റി വേണമെങ്കിൽ 271AAC പ്രകാരം ഇടാം. 69B. 69Bയില് ഇത് രണ്ടും കൂടി ഇതില് നോൺ റെക്കോർഡിംഗ് ഇൻ ദി ബുക്സ് അല്ല, അണ്ടർ റിപ്പോർട്ടിംഗ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ബുക്സിൽ, പക്ഷെ കുറവാണ് റെക്കോർഡ് ചെയ്തത്. ഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഡിഫറൻസ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ 69B. ഇതില് ഇൻവെസ്റ്റ്മെന്റ്സും കവർ ചെയ്യും. നേരത്തെ ആദ്യത്തെ സെക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു, അതും കവർ ചെയ്യും. ബുള്ളിയനും ജ്വല്ലറിയും അതർ വാല്യൂബിൾ എല്ലാം കവർ ചെയ്യും. ഒന്ന് വായിക്കാം. വേർ ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ ദി അസസി ഹാസ് മെയ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓർ is found to be the owner of any bullion, jewelry or other valuable articles, and the assessing officer finds that the amount expended on making such investment or in acquiring such bullion, jewelry or other valuable articles exceeds the amount recorded in this behalf in the books of accounts maintained by the assessee for any source of income, and the assessee offers no explanation about such excess amount, or the explanation offered by him is not in the opinion of the assessing officer satisfactory, such excess amount may be deemed to be the income of the assessee for such financial year. അപ്പോൾ ഇതിലെ ഒരു കേസിലോ വന്നിരിക്കുന്നത് ഇനി സപ്രഷൻ ഇൻ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ക്യാൻ ബി അസസ്ഡ് ആസ് ഇൻകം അണ്ടർ സെക്ഷൻ 69B. നമ്മൾ അക്വയർ ചെയ്തു, അസെറ്റ് അക്വയർ ചെയ്തു, അത് കൺസ്ട്രക്ഷൻ ആയിരുന്നു, അതിൽ കുറച്ച് ബ്ലാക്ക് ആയിട്ട് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വാട്ട് എവർ റീസൺസ് ബുക്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് റെഡ്യൂസ്ഡ് റേറ്റ് ആണ്, റെഡ്യൂസ്ഡ് വാല്യൂ ആണ്. അതിലൊരു സപ്രഷൻ ഹാസ് ടു ബി പ്രൂവ്ഡ്. സപ്രഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി അസസ്ഡ് അണ്ടർ സെക്ഷൻ 69B. Rate remains the same. Rate of tax is 78%, including tax, surcharge and cess. 10% penalty also leviable. In section 69C, ഇത് വരുന്നത് എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടാണ്, unexplained expenditure. Where in any financial year, an assessee has incurred any expenditure and he offers no explanation about the source of such expenditure or part thereof, or the explanation, if any, offered by him is not, in the opinion of the assessing officer, satisfactory, the amount covered by such expenditure or part thereof, as the case may be deemed to be the income of the assessee for such financial year. ഇതില് എക്സ്പെൻഡിച്ചറിൽ ഒരു കേസിലോ വന്നിരിക്കുന്നത്, സപ്പോസ് ₹1 crore is paid to contractor for work done. മെറ്റീരിയൽസ് ആവട്ടെ സർവീസ് ആവട്ടെ 1 crore rupees എക്സ്പെൻഡ് ചെയ്തു. If the same is not properly explained with proof of source, ബിസിനസിന്റെ ബുക്സിലുണ്ട്, ബുക്സിൽ കാശ് കൊടുത്തതായിട്ടുണ്ട്, പക്ഷെ അതിന്റെ സോഴ്സ് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല, പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 69C ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ ഹോൾ എമൗണ്ട് വിൽ ബി സപ്രഷൻ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഹോൾ എമൗണ്ട് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം. അതില് ഇതിപ്പോ ഒരു ബിസിനസിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് ആയതുകൊണ്ട് ഡിഡക്ഷൻ കിട്ടണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. കാരണം സെക്ഷൻ 68 മുതൽ 69C വരെ നോ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് ഈവൻ ഇഫ് ദ സെയിം വാസ് ഇൻകേർഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ്. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് അഗെയിൻ 78% പ്ലസ് 10% ലെവിയബിൾ അണ്ടർ 271AAC. ഇനി ഇപ്പൊ ഇതാണ് ഡീംഡ് ഇൻകത്തിന്റെ പ്രൊവിഷൻ ഉണ്ടായിരുന്നത്. ഇനിയുള്ളത് സെക്ഷൻ 269SS, 269T, 269ST. ഈ 3 സെക്ഷനും ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ സംബന്ധിച്ച് വളരെ റെലവെന്റ് ആണ്. ഈ 3 സെക്ഷനും ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിൽ റിപ്പോർട്ടബിൾ ആയിട്ട് വരേണ്ടതാണ്. ഓഡിറ്റർ നോക്കും. അപ്പൊ അത് കഴിഞ്ഞ് സ്ക്രൂട്ടിനിക്ക് വരുമ്പോഴും ആദ്യം നോക്കുന്ന കേസുകളാണ് ഇത്. ഇതിന്റെ നക്ഷൽ ആദ്യം പറയാം. അതായത് എ പേഴ്സൺ കനോട്ട് അക്സെപ്റ്റ് ക്യാഷ് ലോൺ ഓർ ഡെപ്പോസിറ്റ് ഓർ സ്പെസിഫൈഡ് സം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എനി അഡ്വാൻസ് ഇൻ റിലേഷൻ ടു ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻസ് അതും ഇതിൽ കവർ ചെയ്യും, സ്പെസിഫിക്കലി കവർ ചെയ്യും. ഡെപ്പോസിറ്റ് ഓഫ് ₹20,000 ഓർ മോർ ഫ്രം അനദർ പേഴ്സൺ. അതായത് ഒരു പേഴ്സൺ വേറൊരു ആളുടെ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി ലോൺ ആയിട്ടോ ഡെപ്പോസിറ്റ് ആയിട്ടോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണ സമയത്തുള്ള അഡ്വാൻസ് ആയിട്ടോ 20,000 ഓർ മോർ എടുക്കാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ സെക്ഷൻ വായിക്കാം. എ പേഴ്സൺ കനോട്ട് അക്സെപ്റ്റ് ലോൺ ഓർ ഡെപ്പോസിറ്റ്
or any other specified sum. അതാണ് നേരത്തെ പറഞ്ഞ advance in relation to transfer of any movable property from another person otherwise than by account payee check or account payee bank draft or use of ECS, electronic clearing system, through a bank account. If amount of loan or deposit or specified sum is 20,000 or more. അത് ലോൺ ആണെങ്കിലോ ഡെപ്പോസിറ്റ് ആണെങ്കിലോ 20,000 കൂടുന്ന കേസിൽ അവർ ചെയ്തു. ഓർ സം ടോട്ടൽ ഓഫ് എമൗണ്ട് ഓഫ് ലോൺ ഡെപ്പോസിറ്റ് ആൻഡ് സ്പെസിഫിക്. അപ്പൊ ഒരാള് 10,000 രൂപ ലോൺ ആയിട്ട് തന്നു, 5,000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് തന്നു, 10,000 രൂപ വേറെ എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ അതർവൈസ് ദാൻ ത്രൂ ഇതായിട്ട് തന്നു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് 20,000 എക്സീഡ് ചെയ്യും. അതുകൊണ്ട് അതും പറ്റില്ല. പിന്നെ മൂന്നാമത്തെ കേസ് പറയുന്നത് ഇൻ എ കേസ് വെയർ പേഴ്സൺ ഹാഡ് ഓൾറെഡി റിസീവ്ഡ് ഈ പറഞ്ഞ ലോൺ ഡെപ്പോസിറ്റ് ഓർ സ്പെസിഫൈഡ് സം ഫ്രം ദി ഡെപ്പോസിറ്റർ, but the loan or deposit or specified sum hasn't been paid back. In such a case, if the unpaid loan or deposit or specified sum is rupees 20,000 or more, അതായത് ഒരാള് വേറൊരാൾക്ക് ലോണോ ഡെപ്പോസിറ്റോ കൊടുത്തു 15,000 രൂപ കൊടുക്കാം, ക്യാഷ് ആയിട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ലെസ് ദാൻ 20,000. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് അത് അൺപെയ്ഡ് ആണ്, അത് ടേം തികയാഞ്ഞിട്ടോ എന്തുകൊണ്ടോ ഫോർ വാട്ട് എവർ റീസൺ അത് അൺപെയ്ഡ് ആയിട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഇതേ ആള് തന്നെ ഈ ആൾക്ക് അഗെയിൻ ഒരു 15,000 രൂപ കൊടുക്കണം. രണ്ടും ഇൻഡിവിജ്വലി ടേക്കൺ ബോത്ത് ആർ ലെസ് ദാൻ 20,000. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് രണ്ടും കൂടി ക്യൂമുലേറ്റീവ് ആയിട്ട് അഗ്രിഗേറ്റ് ആണ് എടുക്കുക. അഗ്രിഗേറ്റ് ആയിട്ട് 20,000 കൂടുതൽ പോവുകയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. അതിനെ നിങ്ങൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു വിളിച്ചാലും ലോൺ എന്ന് പറഞ്ഞു വിളിച്ചാലും സ്പെസിഫൈ അഡ്വാൻസ് ഫോർ റിമൂവബിൾ പ്രോപ്പർട്ടി എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും 20,000 ടോട്ടൽ 20,000 കൂടി കഴിഞ്ഞാൽ അത് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ therefore in nutshell a person cannot accept cash loan or deposit of rupees 20,000 or more from another person. ഇതാണ് സെക്ഷൻ 269 SS പറയുന്നത്. അതിന് എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എക്സെപ്ഷൻ തന്നെയാണത്. എനി ലോൺ ഡെപ്പോസിറ്റ് ഓർ സ്പെസിഫൈഡ് സം ടേക്കൺ ഓർ അക്സെപ്റ്റഡ് ബൈ ഓർ ഫ്രം ബാങ്ക്, ഗവൺമെന്റ്, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, സ്റ്റേറ്റ് ഓർ സെൻട്രൽ കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി, others as may be notified. പക്ഷെ ഇതുണ്ട്, ഇഫ് ബോത്ത് ദി പാർട്ടീസ് കൊടുക്കുന്ന ആളും വാങ്ങണ ആളും ദേ ആർ ഫാർമേഴ്സ്, അങ്ങനെയാണെങ്കിൽ എക്സെപ്റ്റ് ആണ്. അതിന് പറഞ്ഞിരിക്കുന്നത് ഇഫ് ബോത്ത് ദി പാർട്ടീസ് ഇൻവോൾവ് ഹാവ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് നൈദർ ഓഫ് ദം ഹാസ് എനി അതർ ഇൻകം ചാർജബിൾ ടു ടാക്സ് അതർ ദാൻ ദിസ് അഗ്രികൾച്ചറൽ ഇൻകം. അങ്ങനെയുള്ള കേസ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഫാർമേഴ്സ്. അങ്ങനെയുള്ള കേസിൽ എക്സെപ്റ്റ് ആണ്. പെനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ will be equal to the loan or deposit or specified sum actually repaid അല്ല, ഇത് 269T ആണ്. അക്സെപ്റ്റഡ് ആണ് വേണ്ടത്. അക്സെപ്റ്റഡ് അതായത് എത്ര ലോൺ ആണോ അക്സെപ്റ്റ് ചെയ്തത് അതാണ് ഈക്വൽ എമൗണ്ട് ആണ്, 100% പെനാൽറ്റി ആണ്. ഇനി സെക്ഷൻ 269T റീപേയ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എ പേഴ്സൺ cannot repay the loan or deposit in cash if the amount is rupees 20,000 or more. Section 269T prohibits any person to repay the loan or deposit or specified sum otherwise than by an account pay check or account pay bank draft or use of electronic clearing system through a bank account if amount of loan or deposit including interest is rupees 20,000 or more, or the aggregate amount of loans or deposit including the interest amount held by such person in his own name or jointly with any other person is 20,000 or more. Matter വളരെ ക്ലിയർ ആണ്. ഇൻട്രസ്റ്റും കൂടി കൺസിഡർ ചെയ്യും. ലോൺ പ്ലസ് ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് എക്സീഡ് 20,000. അതും ഐദർ ഹെൽഡ് ഇൻ ഹിസ് ഓൺ നെയിം ഓർ ജോയിൻലി വിത്ത് അനദർ പേഴ്സൺ. അങ്ങനെയാണെങ്കിലും അത് കൺസിഡർ ചെയ്യും. രണ്ടാണെങ്കിലും 20,000 മുകളിൽ ക്യാഷ് ആയിട്ട് റീപേയ്മെന്റ് പറ്റില്ല. എക്സെപ്ഷൻ സെയിം തന്നെയാണ്. റീപേയ്മെന്റ് മെയ്ഡ് ടു ബാങ്ക്സ്, ഗവൺമെന്റ്, പോസ്റ്റ് ഓഫീസ്, SB, സ്റ്റേറ്റ് ഓർ സെൻട്രൽ കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി, അങ്ങനെയുള്ളതാണ്. പിന്നെ കോൺട്രവെൻഷൻ ഇസ് ദ സെയിം, ദാറ്റ് ഈസ് പെനാലിറ്റി ഈക്വൽ ടു റീപെയ്ഡ്, 100% പെനാൽറ്റി. എത്രയാണോ 1 lakh rupees റീപേ ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി വിൽ ബി 1 lakh. ഇത് ഒരു പുതിയ സെക്ഷനാണ് റിലേറ്റീവ്ലി, 269ST. ഇതും വളരെ സെക്ഷനാണ്, കോമൺ ആപ്ലിക്കേഷൻസ് വരുന്ന സെക്ഷനാണ്. പേഴ്സൺ cannot receive an amount of rupees 2 lakh or more otherwise than by an account pay check or account pay bank draft or by use of ECS or by other approved method. ഇതില് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 269STയുടെ വയലേഷൻ കൊടുക്കുന്ന ആളല്ല, വാങ്ങുന്ന ആളാണ് വയലേറ്റ് ചെയ്യുക.
person cannot receive an amount ആണ്. കൊടുക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് സൈലന്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. കിട്ടുന്ന ആൾക്കാണ് 2 lakhs above കിട്ടുന്ന ആൾക്കാണ്. അത് ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണ് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ അഗ്രിഗേറ്റ് ഫ്രം എ പേഴ്സൺ ഇൻ എ ഡേ, ഒരാളുടെ അടുത്ത് നിന്ന് അഗ്രിഗേറ്റ് ആയിട്ട് 2 lakhന്റെ മുകളിൽ എന്ത് റീസൺ ആണെങ്കിലും, പർച്ചേസ് ആവാം, എന്ത് റീസൺ ആണെങ്കിലും, സെയിൽസ് ആവാം, സെയിൽസിന് അഗേൻസ്റ്റ് എന്ത് റീസൺ ആണെങ്കിലും കിട്ടാൻ പാടില്ല. ഇൻ റെസ്പെക്ട് ഓഫ് എ സിംഗിൾ ട്രാൻസാക്ഷൻ, ഒരു ലാൻഡ് സെയിൽ നടന്നു, അതില് ഡിഫറെന്റ് ദിവസങ്ങൾ കൂടി ആണെങ്കിൽ കൂടി ആ ലാൻഡ് സെയിൽ ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 lakhsന്റെ മുകളിൽ ക്യാഷ് റിസീവ് ചെയ്യാൻ പാടില്ല. ഇൻ റെസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു വൺ ഇവന്റ് ഓർ ഒക്കേഷൻ, എന്തെങ്കിലും ഇവന്റ്, ഒരു ബിസിനസ്സുകാർക്ക് ഇവന്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ എങ്ങനെയുള്ള കേസുകൾ കവർ ചെയ്യും, ഏതെങ്കിലും ഒരു ഇവന്റോ അല്ലെങ്കിൽ ഒരു ഒക്കേഷനോ ആവാം, അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ലൈക്ക് എ ട്രാൻസാക്ഷൻ, അതിനെ പറ്റിയിട്ട് 2 lakhsന്റെ മുകളിൽ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യാൻ പാടില്ല. എക്സെപ്ഷൻസ്: this provision is not applicable to the government bank, post office, SB, cooperative bank, such a person as may be prescribed. അപ്പൊ ഈ സെക്ഷൻ വളരെ ഇത് കഴിഞ്ഞിട്ട് ഇൻകം ടാക്സിൽ തന്നെ സ്ക്രൂട്ടിനിക്ക് പോകുമ്പോൾ പല സെയിൽസ് ട്രാൻസാക്ഷനും എക്സീഡിങ് 2 lakhs വരുന്നത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സെക്ഷനാണ്. 2 lakh or more ഒരാളുടെ അടുത്ത് നിന്ന് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ പറ്റില്ല, ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പറ്റില്ല, ഓർ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു വൺ ഇവന്റ് ഓർ ഒക്കേഷൻ, അതും പറ്റില്ല. ഇനി പേഴ്സൺ കോൺട്രവീനിങ് സെക്ഷൻ 269 SC എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്ന ആളാണ്, ഷാൽ ബി ലെവിയുടെ പെനാലിറ്റി ഈക്വൽ ടു ദി ലോൺ ഓർ ഡെപ്പോസിറ്റ് സ്പെസിഫൈഡ് സം പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് അല്ല, സെയിം എത്രയാണോ കിട്ടിയ അതാണ് സെയിം. ഈ 100% പെനാൽറ്റി ആണ് വരിക. 100% പെനാൽറ്റി എത്രയാണോ റിസീവ് ചെയ്ത് 2 lakhs റിസീവ് ചെയ്ത 2 lakh പെനാൽറ്റി വരും. ഇത് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഡീംഡ് ഇൻകം സംസാരിച്ചു, പിന്നെ 269 SST ST, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ലോൺ ആയിട്ട് കൊടുക്കണതോ സെയിൽ ആയിട്ട് കൊടുക്കണതോ അങ്ങനെയുള്ളത് സംസാരിച്ചു. ഇനി വരുന്നത്, ഇതും മുമ്പ് സ്ക്രൂട്ടിനിക്ക് പോയ ആൾക്കാർക്ക് അറിയാം, കൺസീൽമെന്റ് എന്ന് പറഞ്ഞ ഒരു പെനൽറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 271(1)C എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, അസസിംഗ് ഓഫീസർ ബുക്സ് നോക്കി 1 രൂപയോ 2 രൂപയോ പോലും കൂടുതൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അസസ് ചെയ്തു, റൈറ്റ് ഓർ റോങ് അസസ് ചെയ്തു, ടാക്സ് റിവൈസ് ചെയ്തു, കൂടുതൽ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു എങ്കിൽ 271(1)C പ്രകാരം പെനാലിറ്റി ഓട്ടോമാറ്റിക്കലി ഇമ്പോസ് ചെയ്യാറുണ്ട്. അതിപ്പോ നമ്മള് സുപ്രീം കോടതി, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഡിപ്രീസിയേഷന്റെ റേറ്റ്, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രിന്ററിന് എന്താണ് ഡിപ്രീസിയേഷൻ റേറ്റ്, കമ്പ്യൂട്ടറിന്റെ റേറ്റ് കൊടുക്കുവോ അതോ സാധാരണ എക്യുപ്മെന്റിന്റെ റേറ്റ് കൊടുക്കുമോ എന്നുള്ളത് ഉണ്ടായിരുന്നു. അതിൽ ധാരാളം കേസ് ലോസ് കമ്പ്യൂട്ടറിന്റെ റേറ്റ് കൊടുക്കാം, കാരണം ഇറ്റ് വിൽ നോട്ട് ഫംഗ്ഷൻ വിത്തൗട്ട് അറ്റാച്ചിങ് ടു കമ്പ്യൂട്ടർ എന്നുള്ള റീസൺ കൊണ്ട് ധാരാളം കേസ് ലോസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഗവൺമെന്റ് ഇൻകം ടാക്സ് ഓഫീസർ അത് എക്യുപ്മെന്റ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, എന്നിട്ട് ആഡ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ 271(1)C കൺസീൽമെന്റിന്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെയായിരുന്നു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ 271(1)Cക്ക് പകരം വന്നിരിക്കുന്ന പെനാലിറ്റി സെക്ഷനാണ് 270A. പക്ഷെ ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 270Aക്ക് ഇത് ഒരു ഓൾ പെർവേസീവ് സെക്ഷനാണ്. എനി മോസ്റ്റ് ഓഫ് ദ തിങ്സ്, എനി ഡിസ്ക്രിപ്പൻസി ക്യാൻ ബി പീനലൈസ്ഡ് അണ്ടർ ദിസ് സെക്ഷൻ. അപ്പോൾ ഇതൊരു വളരെ വ്യാപ്തിയുള്ള സെക്ഷനാണ്. ഇതില് മെയിൻലി 2 കാര്യങ്ങളുണ്ട്, അണ്ടർ റിപ്പോർട്ടിംഗ് ആൻഡ് മിസ് റിപ്പോർട്ടിംഗ്. അപ്പൊ നമുക്ക് ആദ്യം അണ്ടർ റിപ്പോർട്ടിംഗിന്റെ കേസിലേക്ക് പോകാം. ദി അസസിംഗ് ഓഫീസർ ഓർ ദി കമ്മീഷണർ അപ്പീൽസ് ഓർ ദി പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ കമ്മീഷണർ, 4 പേര്, 4 ഇൻകം ടാക്സ് അതോറിറ്റീസ്, അസസിംഗ് ഓഫീസർ, CIT അപ്പീൽസ്, പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ കമ്മീഷണർ, ഇവർക്കാണ് ഇത് ഇമ്പോസ് ചെയ്യാൻ പറ്റുക. ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് എനി പ്രൊസീഡിങ്സ്, അതും റെലവെന്റ് ആണ്. ഒരു പ്രൊസീഡിങ്സിന്റെ ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ദിസ് പ്രൊസീഡിങ്സ് ഡയറക്ട് ദാറ്റ് any person who has underreported his income shall be liable to pay a penalty in addition to the tax, if any, on the underreported income. അപ്പോൾ ഇതില് 3 കേസുകളിലാണ് വരിക. ഒന്ന് അസസ്മെന്റ്, അതായത് റിട്ടേൺ ഫയൽ ചെയ്ത ആൾക്കാർ, റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാർ, റീ അസസ്മെന്റ്. ഇങ്ങനെ 3 കേസുകളാണ് മേജർ വരിക. പിന്നെ ഉണ്ട്, പക്ഷെ മേജർ ആയിട്ട് ഇതാണ് വരിക. റിട്ടേൺ ഫയൽ ചെയ്ത കേസുകളാണെങ്കിൽ ഇൻകം അസസ്ഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇൻകം ഡിറ്റർമിൻഡ് ഇൻ ദ റിട്ടേൺ പ്രോസസ്ഡ് അണ്ടർ 143(1)A. നമുക്കറിയാം, നമ്മൾ സെൽഫ് അസസ്മെന്റിൽ റിട്ടേൺ ഫയൽ ചെയ്യും, 139 റിട്ടേൺ ഫയൽ ചെയ്യും. അതിനെ അവര് ആദ്യം
ഒരു പ്രിലിമിനറി സ്ക്രൂട്ടിനി എന്ന് പറയാൻ വയ്യ, അത് 143(1)A സ്ക്രൂട്ടിനി അസസ്മെന്റ് ആണോ അല്ലാന്ന് ഡിസിഷൻ ഉണ്ട്, ചില കാര്യങ്ങൾക്കാണെന്നുണ്ട്. അപ്പോൾ അവര് പ്രിലിമിനറി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തും, നോക്കിയിട്ട് മേജർ ഡിഫറൻസ്, അരിതമാറ്റിക് എറർ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർത്തിട്ട് അവര് 143(1)A പ്രകാരം ഒരു ഇന്റിമേഷൻ അയക്കും. അപ്പോൾ ആ ഇന്റിമേഷനിൽ ഒരു ഫിഗർ ഉണ്ടാവും ടാക്സിന്റെ. ഒന്നില്ലെങ്കിൽ ദേ വിൽ അക്സെപ്റ്റ് റിട്ടേൺ ഓർ കുറച്ച് അഡീഷണൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ TDS 26 ASൽ TDS ഇല്ല, നമ്മൾ TDS ക്ലെയിം ചെയ്തിട്ടുണ്ട്. 143(1)A പ്രകാരം ആ TDSന്റെ ക്ലെയിം അവർ കുറയ്ക്കും, എന്നിട്ട് ടാക്സ് പേ ചെയ്യാൻ പറയും. അതാണ് ഒരു കോമൺലി ഫൗണ്ട് അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റിന് പെനാൽറ്റി ഇല്ല. ആ എമൗണ്ടിന് ശേഷം ഒരു റെഗുലർ സ്ക്രൂട്ടിനി നടത്തിയിട്ട് അതിൽ വരണ ഇൻക്രീസ് ഇൻ ടാക്സിനാണ്, ഇൻക്രീസ് ഇൻ ഇൻകത്തിനാണ് പെനാൽറ്റി വരിക. അപ്പോ ഇൻകം അസസ്ഡ് ആഫ്റ്റർ സ്ക്രൂട്ടിനി 143(3) പ്രകാരമുള്ള സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട് ഇൻകം അസസ് ചെയ്തതും 143(1)A പ്രകാരം ഇൻകം അസസ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസത്തുമ്മയാണ് 270A പ്രകാരം അണ്ടർ റിപ്പോർട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് പെനാൽറ്റി ഇമ്പോസ് ചെയ്യും. അപ്പോൾ ദിസ് മീൻസ് ദാറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി അഡീഷൻ വിച്ച് ഒക്കർ ബിറ്റ്വീൻ ദ റിട്ടേൺ ഫയൽഡ് ബൈ ദി SSC and its processing under section 143(1)A, no penalty is leviable. 143(1)A വരെ പെനാൽറ്റി ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ളതിലാണ് മാത്രമേ പെനാൽറ്റി. പിന്നെ when assessment is done when no return is filed. No return is filed എന്ന് പറഞ്ഞാൽ ഒരു SSCക്ക് കിട്ടാവുന്നത് exemption ലിമിറ്റ് മാത്രമാണ്. So the income assessed, if the income assessed is greater than the maximum exemption limit, then that amount is taxable. That amount will be treated as under-reported income. Reassessment. Income reassessed is greater than the income assessed or reassessed immediately before such assessment. ഒരു റെഗുലർ സ്ക്രൂട്ടിനി നടന്നു, അത് കഴിഞ്ഞിട്ട് 147, 148 നോട്ടീസ് ഇഷ്യൂ ചെയ്ത് എസ്കേപ്പ് അസസ്മെന്റ് നടത്തി അങ്ങനെ വല്ല കേസുകൾ വരികയാണെങ്കിൽ ആ ഇപ്പോൾ ഉള്ള റീഅസസ്മെന്റ് മൈനസ് നേരത്തെ അസസ് ചെയ്തപ്പോഴുള്ള ഇൻകം വിൽ ബി ട്രീറ്റഡ് ആസ് അണ്ടർ റിപ്പോർട്ടഡ് ഇൻകം ആൻഡ് പെനാൽറ്റി വിൽ ബി ഇമ്പോസ്ഡ്. ഇതിന് എക്സ്ക്ലൂഷൻസ് ഉണ്ട്. മെയിൻ എക്സെപ്ഷൻസ് വേർ ഇൻകം ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് അണ്ടർ റിപ്പോർട്ട്. സെക്ഷനിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇതിന് റെലവൻസ് ഉണ്ട്. എമൗണ്ട് ഓഫ് ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് അസസി ഓഫേഴ്സ് ആൻ എക്സ്പ്ലനേഷൻ and the income tax authority is satisfied that the same is bona fide, and further that the assessee has disclosed all the material facts to substantiate the explanation offered, then it will not be treated as underreported. Cases where the amount of underreported income is determined on the basis of an estimate and that the accounts are correct and complete to the satisfaction of the officer, but method employed is such that the income cannot be properly deducted therefrom. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ assessee has maintained all relevant documents and the books are correct. അതിൽ അസിംഗ് ഓഫീസർക്ക് ഒരു കേസ് ഇല്ല, ബുക്സ് കറക്റ്റ് ആണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നേച്ചർ സോഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കേസിൽ. പക്ഷെ ഇൻകം ഡിറ്റർമിൻ ചെയ്ത ഒരു എസ്റ്റിമേഷന്റെ ഭാഗമാണ്. ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എസ്റ്റിമേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ വെച്ചിട്ട് എസ്റ്റിമേറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകം അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അസസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കേസുകളിൽ വേണമെങ്കിൽ അത് അണ്ടർ റിപ്പോർട്ടിംഗ് എക്സെപ്ഷൻ ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ കേസസ് വേർ ദി എമൗണ്ട് ഓഫ് അണ്ടർ റിപ്പോർട്ടഡ് ഇൻകം വാസ് ഡിറ്റർമിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് എൻ എസ്റ്റിമേറ്റ് ആൻഡ് ദി അസസി ഹാസ് ഓൺ ഹിസ് ഓൺ എസ്റ്റിമേറ്റഡ് എ ലോവർ എമൗണ്ട് ഓഫ് അഡീഷൻ ഓർ ഡിസലവൻസ് ഓൺ ദ സെയിം. Further that he has included such amount in the computation of his income and has disclosed all the facts material to the additional disallowance. Example പറഞ്ഞാൽ, ഞാനൊരു പ്രൊഫഷണൽ ആണ്, എൻ്റെ കാർ ഉണ്ട്, I am using that car for both my personal work, personal use and official work. അതിന്റെ ഫ്യൂവൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ while taking as an expense, I disallow 25% towards personal expense. പക്ഷേ സബ്സിക്വന്റ്ലി ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് 50% ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പേഴ്സണലിനാണ് എന്ന് ഏതോ രീതിയിൽ പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർ സേസ് ദാറ്റ് യു ഹാവ് യൂസ് 50% ഫോർ യുവർ പേഴ്സണൽ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ഞാനൊരു ഡ്യൂ ഡിലിജൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഐ ഹാവ് എസ്റ്റിമേറ്റഡ് വാട്ട് ഈസ് ദി പേഴ്സണൽ എക്സ്പെൻസ് വിച്ച് നീഡ്സ് ടു ബി ഡിസലൗഡ്. പക്ഷേ മൈ പെർസെൻറ്റേജ്, മൈ എസ്റ്റിമേഷൻ വാസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി അസിംഗ് ഓഫീസർ. അങ്ങനെയുള്ള കേസിലും പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ പാടില്ല. യു ഹാവ് ഡൺ ദ ഡ്യൂ ഡിലിജൻസ്, സോ പെനാൽറ്റി അണ്ടർ 270A പെനാൽറ്റി ഇമ്പോസ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 കേസുകളാണ് ജനറലി എക്സെപ്ഷനിൽ വരുന്നത്. ഇനി ഇപ്പൊ നമ്മൾ അണ്ടർ റിപ്പോർട്ടിങ്ങിനെ പറ്റി പറഞ്ഞു.
അടുത്തതാണ് ഈ സെക്ഷനിൽ തന്നെ രണ്ടാമത്തെ കേസാണ് മിസ് റിപ്പോർട്ടിംഗ്. ഇതിൽ വളരെ റെലവെന്റ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് അണ്ടർ റിപ്പോർട്ടിംഗ് സിംപ്ലിസിറ്റർ, ദാറ്റ് ഈസ് earlier set under reporting, the quantum of penalty is 50% of tax payable on such underreported income. However, the section prescribes that if this underreporting is due to misreporting, quantum of penalty shall get quadrupled to 200%. Simple ആയിട്ട് പറഞ്ഞാൽ 270A പ്രകാരം അണ്ടർ റിപ്പോർട്ടിങ്ങിന് 50% ഓഫ് ടാക്സ് പേയബിൾ ആണ് പെനാലിറ്റി. പക്ഷേ അത് if under reporting was due to misreporting, penalty will be 200% of tax. അതാണ് ഈ സെക്ഷൻ പറയുന്നത്. Misreporting, there are 6 cases of misreporting. ഒന്ന്, misrepresentation or suppression of facts. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എല്ലാ ഫാക്ട്സും കൊണ്ടുവരണം. അത് സപ്രസ് ചെയ്തു, പറഞ്ഞില്ല, മിസ്റെപ്രസെന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ that will be treated as misreporting. Failure to record investment in books of account. Claim of expenditure not substantiated by evidence. Recording of false entry in the books of accounts. Non-recording of receipts in the books having a bearing to total income. എന്ന് വെച്ചാൽ സെയിൽസ് സപ്രഷൻ, റെസിപ്റ്റ് അക്കൗണ്ട് ചെയ്തില്ല എന്നുള്ളത്. Failure to report any international transaction or deemed international transaction or specified domestic transaction. ലാസ്റ്റത്തെ ട്രാൻസ്ഫർ പ്രൈസിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ ആദ്യം പറഞ്ഞ 5 എണ്ണവും നമ്മളുടെ സാധാരണ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്നതാണ്. അവര് ഏതോ നോക്കണതും ഇതാണ്. സെപ്പറേറ്റ് ഫാക്ട്സ്, മുഴുവൻ ഫാക്ട്സും അതിന്റെ റിലേറ്റഡ് ഇൻകം വന്നിട്ടില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആയിട്ട് യൂസ് ചെയ്യാതെ ഉള്ള അക്വയർ ചെയ്തിട്ടുള്ള അസറ്റ് എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ടില്ല. എക്സ്പെൻഡിച്ചർ നോട്ട് സബ്സ്റ്റാൻഷിയേറ്റഡ്, എക്സ്പെൻസ് ക്ലെയിം ചെയ്തു പക്ഷെ എവിഡൻസ് ഇല്ല. പിന്നെ ഫോൾസ് എൻട്രി, ഒരു യാതൊരുവിധ ഇതുമില്ല, സപ്പോർട്ടിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഫോൾസ് എൻട്രീസ്. പിന്നെ നോൺ റെക്കോർഡിംഗ് ഓഫ് റെസിപ്റ്റ്സ്. ഐ തിങ്ക് ദിസ് വിൽ കവർ മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ 6 കേസസിൽ മിസ് റിപ്പോർട്ടിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിന്റെ കോൺസിക്വൻസ് പറഞ്ഞാൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് വിൽ ബി 200% ഓഫ് ദി ടാക്സ് പേബിൾ. പെനാൽറ്റി ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് നോർമലി കണ്ടുവന്നിട്ട് ഡിസിഷൻസ് പറയാം. പെനാൽറ്റി കനോട്ട് ബി ഇമ്പോസ്ഡ് ഓൺ എവറി അഡീഷൻ. ഒരു അഡീഷൻ ചെയ്തു എന്നുള്ള രീതിയിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഡിസിഷൻ ഉണ്ട്. പക്ഷെ ജനറലി ഇൻകം ടാക്സുകാരെ ചെയ്യാറുണ്ട്. മിയർ മേക്കിംഗ് എ ക്ലെയിം വിച്ച് ഇസ് നോട്ട് സസ്റ്റൈനബിൾ ഇൻ ലോ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ കേസ് ഫോർ പെനാൽറ്റി. Where the revenue has failed to produce evidence that the assessee has received more account of money on sale of property than what is disclosed. Not a case of penalty, even if the capital gains is assessed differently by the officer. ഇതൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽ ട്രാൻസാക്ഷൻ, പ്രോപ്പർട്ടി സെയിൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അതിന്റെ വാല്യുവേഷനിൽ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ വാല്യൂവറെ, അസസിംഗ് ഓഫീസർ വാല്യൂവറെ ഏൽപ്പിച്ച് അങ്ങേര് വാല്യുവേഷൻ വേറൊരു റേറ്റ് തന്നു. നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്ന 2 ലക്ഷമാണ്, വാല്യൂവർ പറഞ്ഞ് 3 ലക്ഷമാണ്. പക്ഷേ അസസിംഗ് ഓഫീസർക്ക് അപ്പൊ അങ്ങേര് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ചെയ്തു, 3 ലക്ഷം വെച്ചിട്ട് തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ചെയ്തു. പക്ഷേ he cannot take penalty unless he has evidence to prove that the assessee has received more money. അസസി 2 ലക്ഷം എന്ന് ക്ലെയിം ചെയ്തു, 2 ലക്ഷം കിട്ടിയതിന്റെ എവിഡൻസ് കൊടുത്തു. അസസിംഗ് ഓഫീസർ വാല്യുവേഷൻ കൊടുത്തിട്ട്, വാല്യുവേഷൻ ഓഫീസർക്ക് കൊടുത്തിട്ട് 3 ലക്ഷം ആക്കി തന്നു. 3 ലക്ഷം വെച്ചിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തു, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് അടയ്ക്കാൻ പറഞ്ഞു. പക്ഷേ that is not a case for penalty because the assessing officer has no evidence that assessee has received 3 lakhs instead of the 2 lakhs എന്നുള്ള കേസായിരുന്നു. No penalty can be imposed on highly debatable issues like existence of differing views by various high courts or when a high court admits a substantial question of law. ഇങ്ങനെയുള്ള കേസസിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പെനാൽറ്റിയെ പറ്റിയുള്ള മെയിൻ ഇഷ്യൂസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ ആണ്. അതായത് അസസി ക്യാൻ അപ്ലൈ ഫോർ ഇമ്മ്യൂണിറ്റി ഫ്രം പെനാലിറ്റി. പെനാലിറ്റി ഡ്രോപ്പ് ചെയ്യാൻ അസസിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ടു ദി അസസിംഗ് ഓഫീസർ. ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അസസി ഈ പെനാലിറ്റി ഇമ്പോസ് ചെയ്യാൻ 4 ഇൻകം ടാക്സ് അതോറിറ്റിക്ക് പറ്റും. അസസിംഗ് ഓഫീസർക്ക് പറ്റും, CAT അപ്പീൽസിന് പറ്റും, ചീഫ് കമ്മീഷണർക്ക് പറ്റും, കമ്മീഷണർക്ക് പറ്റും. പക്ഷേ
ഈ ഇമ്മ്യൂണിറ്റി ഫ്രം പെനാൽറ്റി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് അസിംഗ് ഓഫീസർക്ക് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളതിനെ പറ്റി സൈലന്റ് ആണ്. ഓക്കെ. Assessee needs to make an application to the assessing officer for grant of immunity from imposition of penalty under section 270A and initiation of prosecution proceedings. ഇത് പെനാൽറ്റി ഇമ്പോസ് ചെയ്യേണ്ട പോലെ പ്രോസിക്യൂഷനും പ്രൊസീഡിങ്സ് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അത് രണ്ടുന്നുള്ള ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. Application is to be made within 1 month from the end of the month in which the order of assessment or reassessment is received. Order കിട്ടിക്കഴിഞ്ഞാൽ 1 monthനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. Tax and interest payable as per the order is paid within the period specified in notice of demand. Demand നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ടാക്സും ഇൻട്രസ്റ്റും അടച്ചു കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാവും. അത് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് അത് അടച്ചിരിക്കണം. അത് മാത്രമല്ല, നോ അപ്പീൽ ഷുഡ് ഹാവ് ബീൻ ഫൈൽഡ് അഗൈൻസ്റ്റ് സച്ച് അസസ്മെന്റ് ഓർഡർ. SSC റൈറ്റ് ടു അപ്പീൽ എന്നുള്ളത് വേണ്ടാന്ന് വെക്കണം. അതാണ് ഇപ്പോൾ ഇതിന്റെ ഇമ്മ്യൂണിറ്റി കിട്ടിയ ഒരു കേസിലും അപ്പീൽ പോകാൻ പറ്റില്ല. അപ്പോൾ അപ്പീൽ കൊടുക്കാൻ പാടില്ല, ഫർദർ ആയിട്ട് ഇൻ ഫ്യൂച്ചറിലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഒബ്സർവ് ദാറ്റ് അപ്പാർട്ട് ഫ്രം പെനാലിറ്റി ബൈ AO, assessing officer, in assessment or reassessment proceedings, penalty can also be levied by CAT appeals, commissioner appeals, and by principal commissioner or commissioner in an appeal or revision proceedings. However, the immunity provision is only talking about AO and the assessment and reassessment proceedings only. ബാക്കിയുള്ള സൈലന്റ് ആണ്. പിന്നെ ഇത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ the assessing officer passes an order either accepting or rejecting the immunity application within 30 days of receipt. ഈ അസസിംഗ് ഓഫീസറുടെ ഈ ഓർഡർ വിൽ ബി ഫൈനൽ. അതിന് അഗൻസ്റ്റ് അപ്പീൽ പോകാൻ പറ്റില്ല. അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഓർഡറിനെങ്കിൽ പറ്റില്ല. യു ക്യാൻ നമ്മുടെ നോർമൽ അസസ്മെന്റ് ഓർഡറിന് അഗൻസ്റ്റ് മാത്രമേ അപ്പീൽ പോകാൻ പറ്റൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇമ്മ്യൂണിറ്റി ഈസ് അവൈലബിൾ ഓൺലി ഇഫ് ദ കേസ് ഡസ് നോട്ട് ഇൻവോൾവ് മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം. നേരത്തെ പറഞ്ഞ 6 കേസസ് ഓഫ് മിസ് റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള കേസുകളിൽ ഇമ്മ്യൂണിറ്റി ഇസ് നോട്ട് അവൈലബിൾ. ഇതാണ് ഇമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള 270A-യും 270AA. Now നമ്മുടെ ലാസ്റ്റ് പോർഷൻ സെക്ഷൻ 6 ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. ഇത് ഫിനാൻഷ്യൽ ഇയർ 2020-21 കാരണം 2020 ബജറ്റിൽ കുറച്ച് ചേഞ്ചസ് വന്നു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ. അപ്പൊ ആ സെക്ഷൻ 6 ആണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. ആദ്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെക്ഷൻ 6? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? All assessees have to determine their residential status every year before filing their income tax return. This is because various provisions of Income Tax Act are applicable for residents or non-residents or not ordinary resident categories. For example, the maximum income not chargeable to tax, basic exemption limit for a resident with age over 60 years is 3 lakhs, while the basic tax exemption limit for an NRI with the same age group, that is with age over 60 years, is only 2,50,000. So different provisions of Income Tax Act applies differently to residents or non-residents or not ordinary residents. അതുകൊണ്ട് every year before filing of income tax return, residential status നോക്കേണ്ടത് അത്യാവശ്യമാണ്. Section 6 provides that an individual, ഇതൊരു ജനറൽ ക്ലോസ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ 2 കേസ് ജനറൽ ക്ലോസ് ആയിട്ട് എടുക്കാം, ജനറൽ പ്രൊവിഷൻ ആയിട്ട് എടുക്കാം, എല്ലാവർക്കും അപ്ലൈ ആണ്. An individual is resident in India for an year if he is present in India for 182 days or more in that year. ഒരു കൊല്ലത്തില് 182 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഈസ് എ റെസിഡന്റ് ഫോർ ദാറ്റ് ഇയർ. പിന്നെ ഇത് ഒരു കേസ്. രണ്ടാമത്തെ കേസ് ഇതില്ലാന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിലും an individual is resident in India for an year if he is present in India for 60 days or more in that year and he was in India for 365 days or more in 4 years preceding that year. 5 കൊല്ലത്തെ കണക്കെടുക്കണം. ഒരു കൊല്ലം 182 ഡേയ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷെ 60 ഡേയ്സിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ പുറകിലേക്ക് നോക്കിയിട്ട് കഴിഞ്ഞ 4 കൊല്ലം ടോട്ടലായിട്ട് 365 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നോ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈസ് എ റെസിഡന്റ്. ഈ 2 കേസാണ് ജനറൽ ആയിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയണത്. പിന്നെ മൂന്നാമത്തെ കേസ്, where an Indian citizen who leaves India as a crew member of an Indian ship. He will be resident in an year only if he is present in India for 182 days or more. ഇവരുടെ സ്പെഷ്യൽ കേസിൽ ഇന്ത്യൻ സിറ്റിസൺ ആവണം, PIO അല്ല, ഇന്ത്യൻ സിറ്റിസൺ ആവണം. ഇന്ത്യയിൽ നിന്ന് ഷിപ്പിൽ പുറത്തേക്ക് പോകണം ആസ് എ ക്രൂ മെമ്പർ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 182 ഡേയ്സിന്റെ ഇത് കിട്ടും. 182 ഡേയ്സിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ റെസിഡന്റ് ആവും.
For an Indian citizen who leaves India for the purpose of employment outside India. Employment outside India എന്ന് പറഞ്ഞാൽ അതിന്റെ കൊണോട്ടേഷൻ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് തിരിച്ചു വരുമെന്ന് അറിയില്ല. എംപ്ലോയ്മെന്റിന് പോകുമ്പോൾ അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. ഇന്റൻഷൻ മാറ്റേഴ്സ്, അതിലെ ഇന്റൻഷൻ നോക്കും. ഫോർ എൻ എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ he will be resident only if he is present in India for 182 days or more in that year. For an Indian citizen or പിന്നെ ഇത് രണ്ട് കേസ് കഴിഞ്ഞാൽ for an Indian citizen or a PIO, ഇതിൽ PIO കൂടി വരും, who comes on a visit to India in any year, he will be resident only if he is present in India for 182 days or more in that year. ഈ മൂന്ന് കേസിലും ഒരു ഫേവറബിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. 182 ഡേയ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ മാത്രമേ റെസിഡന്റ് ആവുള്ളൂ എന്നുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു വ്യൂ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഫോർ എൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ PIO ഹു ഈസ് ഹാവിംഗ് ടോട്ടൽ ഇൻകം ഓഫ് മോർ ദാൻ 15 lakhs ഇൻ ഇന്ത്യ എക്സ്ക്ലൂഡിംഗ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ ഐദർ എൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ PIO വിത്ത് എൻ ഇൻകം ഇൻ ഇന്ത്യ എക്സീഡിംഗ് 15 lakhs, they come on a visit to India in any year, then he will be resident only if he is present in India for 120 days or more in that year, and he is in India for 365 days or more in 4 years preceding that year. അപ്പോൾ ഈ സെക്ഷനിൽ പറയുന്നത്, മുമ്പ് നമ്മൾ പറഞ്ഞു ഒരാള് ഇന്ത്യയിൽ വരികയാണ് 60 ദിവസത്തിൽ കൂടുതലും 365 ദിവസത്തിൽ കൂടുതലും ഉണ്ടെങ്കിൽ റെസിഡന്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ പറയണത് പക്ഷെ ഇന്ത്യൻ സിറ്റിസണോ PIO ആണെങ്കിൽ അവർക്ക് 15 lakhs കൂടുതൽ ഇന്ത്യൻ ഇൻകം ഉണ്ടെങ്കിൽ 120 ഡേയ്സ് കൂടുതൽ വന്നാൽ ഇന്ത്യയിൽ നിന്നാൽ മാത്രമേ വരുള്ളൂ, റെസിഡന്റ് ആയിട്ട് വരുള്ളൂ. അതും റെസിഡന്റ് അല്ല, നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള സ്റ്റാറ്റസിലാണ് വരിക. അതേസമയം ദി അബവ് റെഫേർഡ് ഇന്ത്യൻ സിറ്റിസൺ ഓർ PIO വിൽ ബി ട്രീറ്റഡ് ആസ് നോട്ട് ഓർഡിനറി റെസിഡന്റ് only now if he is in India for a period of 120 days or more but less than 182 days. അപ്പൊ ഈ മാറ്റർ വളരെ ക്ലിയർ ആണ്. അതായത് നോർമലി ഒരാൾ സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ആൻ ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത് ഈസ് റെസിഡന്റ് ഇൻ ഇന്ത്യ. നമ്മൾ ഇൻഡിവിജ്വൽ, ഈ കേസ് പറയുന്നത് ഇൻഡിവിജ്വലിനെയാണ്. നമ്മളിപ്പോ പറഞ്ഞ കേസ് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ഓർ PIO എന്നാണ്. റെസിഡന്റ് ഇൻ ഇന്ത്യ if he is in India for more than 60 days and 365 days in 4 years എന്നാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ഓർ PIO in India for who is coming to India for a visit, who is in India for instead of 60 120 days or more. ബാക്കിയുള്ള സെയിം തന്നെ. അങ്ങനെയാണെങ്കിൽ they will be treated as not ordinary resident. അതേസമയം ഈ 120 days എന്നുള്ളത് 182 ഡേയ്സിന്റെ മോളിലേക്ക് പോയി കഴിഞ്ഞാൽ റെസിഡന്റ് ആയി. അത് 60 എന്നുള്ളത് 182 ആയി കഴിഞ്ഞാൽ റെസിഡന്റ് ആയി. അതാണ് explanation പറയുന്നത്. The above referred Indian citizen or PIO will be treated as not ordinary resident if he is in India for a period of 120 days or more but less than 182 days. More than 182 days ആയി കഴിഞ്ഞാൽ റെസിഡന്റ് ആയി. പിന്നെ ഡീംഡ് റെസിഡന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു ഈ ബജറ്റ്. അത് പറയുന്നത് an Indian citizen having total income excluding income from foreign sources exceeds rupees 15 lakhs during a year, then he shall be deemed to be resident in India. It's a deeming provision. കറക്റ്റ്നെസ്സും നോക്കേണ്ട ആവശ്യമില്ല. He will be deemed to be resident in India. സബ് കണ്ടീഷൻ എന്താണ്? If he is not liable to tax in any other country by reason of his residence or domicile. Such Indian citizen will be treated as not ordinary resident. Resident ആണ്, പക്ഷെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ സെക്ഷൻ ആണ്, ഒരു ഡീമിംഗ് പ്രൊവിഷൻ ആണ്. ആക്ച്വൽ ഫാക്ട്സുമായിട്ട് ബന്ധമില്ല, ഡീം ചെയ്യാണ്. He will be treated as a deemed resident. രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, ഇന്ത്യയിലുള്ള ഇൻകം ഷുഡ് എക്സീഡ് 15 lakhs. രണ്ട്, he is presently residing in a place, in a country where he is not liable to pay tax because of his residence or domicile. ഇത് വന്നപ്പോ ധാരാളം കോൺട്രവേഴ്സികൾ വന്നു. ബിക്കോസ് UAE കുറെ മലയാളികൾ, കുറെ ഇന്ത്യക്കാര് UAE-ലുണ്ട്, അവിടെ ടാക്സ് ഇല്ല. അപ്പൊ അവര് വരുമോ എന്നുള്ളത് നോക്കി. അപ്പൊ ഗവൺമെന്റ് അപ്പൊ തന്നെ explanation കൊടുത്തിട്ടുണ്ട്. Government of India has clarified that it is not intended to include in tax net those Indian citizens who are bona fide workers in other countries. Bona fide workers എന്നുള്ളത് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? വർക്ക് വിസ, വർക്ക് റെസിഡൻസ്, വർക്ക് വിസയോ വർക്ക് പെർമിറ്റോ ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യില്ല. ദിസ് ഈസ് ഇന്റൻഡഡ് ഓൺലി ഫോർ ടാക്സ് ഹേവൻസ്, ഈ സേഷ്യൽസ് അങ്ങനെയുള്ള
സ്ഥലത്തുള്ളത് മാത്രമേ കവർ ചെയ്യുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. വാലിഡ് വർക്ക് വിസ ഉള്ള സ്ഥലത്ത് ജോലി ചെയ്യണ ഇന്ത്യക്കാർ അവിടെ ടാക്സ് ഇല്ലെങ്കിൽ കൂടി വിൽ നോട്ട് ബി ഡീംഡ് ടു ബി റെസിഡൻസ് ഇൻ ഇന്ത്യ. പിന്നെ നമ്മളിപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു: റെസിഡന്റ്, നോൺ റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്. നോട്ട് ഓർഡിനറി റെസിഡന്റും റെസിഡന്റും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് അതിലേക്ക് ഒരു ടേബിൾ ആയിട്ട് അടുത്ത സ്ലൈഡിൽ വരും. അപ്പൊ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ കൂടി പറയാം. An individual who has been a non-resident in India in 9 out of 10 previous year preceding that year, or has during the 7 previous years preceding that year been in India for a period of 729 days or less, shall be treated as not ordinary resident എന്നാണ് ഇതിൽ പറയുന്നത്. 10 days ടോട്ടൽ 10 days 10 yearsൽ 9 കൊല്ലം പുറത്തായിരുന്നു അങ്ങനെയാണെങ്കിലും, അല്ലെങ്കിൽ 7 previous yearsൽ 729 days പുറത്തായിരുന്നു, ആസ് ബീൻ ഇന്ത്യയിലായിരുന്നു എന്നുണ്ടെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള കാറ്റഗറൈസേഷനിലാണ് വരിക. അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 ഇൻകം ഹെഡ്സ് ആണ് റെസിഡന്റിനും നോൺ റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും വരിക. ഒന്ന്, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇത് എല്ലാ കേസിലും ടാക്സബിൾ ആണ്. ഇൻകം അക്രൂ ഓർ എറൈസ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ, അതും എല്ലാ കേസിലും ടാക്സബിൾ ആണ്. മൂന്നാമത്തെ കേസ്, ഇൻകം അക്രൂ ഓർ എറൈസ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. ഇങ്ങനത്തെ കേസിൽ നോൺ റെസിഡന്റ് കേസിൽ ടാക്സബിൾ അല്ല, പക്ഷേ റെസിഡന്റിന്റെയും നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെയും കേസിൽ ടാക്സബിൾ ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, ബിസിനസ് ഒരു ഇന്ത്യൻ കമ്പനി ഒരു ബാങ്കിന് ഫോറിൻ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. ഇൻകം പുറത്താണ് ഇൻകം കിട്ടുന്നത്, അവിടെ സാലറിയോ അല്ലെങ്കിൽ പുറത്താണ് ഇൻകം കിട്ടുന്നത്. പക്ഷെ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ, ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. NRIന് ടാക്സബിൾ അല്ല, നോട്ട് ഓർഡിനറി റെസിഡന്റിന് അത് ടാക്സബിൾ ആണ്. നോട്ട് ഓർഡിനറി റെസിഡന്റ് സാധാരണഗതിയിൽ കവർ ചെയ്യണത് ഒരു വർക്ക് പെർമിറ്റോ വെച്ചാൽ കുറച്ച് വലിയ ഇൻഡസ്ട്രിയലിസ്റ്റോ, അവര് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, അവർ ഗ്ലോബ് ട്രോട്ടേഴ്സ് ആയിരിക്കും, പല ടാക്സ് ഹെവൻസിലും പല ഇതിലും ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി ടൈം എനിവേ ദേ ആർ ഔട്ട് ഓഫ് ഇന്ത്യ ഫോർ മോർ ദാൻ 200 days. അങ്ങനെയാണെങ്കിൽ ഇത് വരില്ല എന്ന് വിചാരിച്ചിട്ട്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ വെച്ചിട്ടാണ് ഈ സെക്ഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം അക്രൂ ഓർ എറൈസ് ഓർ ഡീം ടു അക്രൂ ഓർ എറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് നോട്ട് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. അങ്ങനെയുള്ള കേസിൽ റെസിഡന്റിന്റെ കേസിൽ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആയതുകൊണ്ട് നമുക്ക് ടാക്സബിൾ ആണ്. നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ കേസിൽ നോട്ട് ടാക്സബിൾ ആണ്. NRIസിന്റെ കേസിൽ നോട്ട് ടാക്സബിൾ ആണ്. ഇതാണ് NRI ഇപ്പോ വന്ന അമെന്റ്മെന്റ് പ്രകാരം ഇൻഡിവിജ്വലിന്റെ കേസ് മാത്രമേ കവർ ചെയ്തുള്ളൂ. ഇൻഡിവിജ്വലിന്റെ കേസിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. ഇതോടുകൂടി ഇതാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ